സെലിബ്രിറ്റീസ് ആവുമ്പോൾ കുറച്ചൊക്കെ ജാടയാവാം എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തെങ്കിലും അങ്ങനൊന്നും കാണിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ജാടയൊന്നും കാണിക്കാൻ അറിയത്തില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു 9 വർഷം എന്ന് പറയണേ? 9 വർഷം എന്ന് പറയുന്നത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദത്തുപുത്രി എന്ന് പറഞ്ഞ സീരിയലിലാണ് ഫസ്റ്റ് വരുന്നത് നസീർ സാറിന്റെ. ചേച്ചി ഇപ്പോഴും സംസാരിക്കും മെച്ചുവേർഡാണ്, അതേസമയം പിന്നെ കുസൃതിത്തരൊക്കെ ഉള്ള പോലെയൊക്കെ ഫീൽ ചെയ്യും. അതെ, വീട്ടിലേറ്റവും ഇളയ കുട്ടി ഇതാണെന്ന് തോന്നുന്നു. അല്ല, എന്നോട് എല്ലാവരും ലൊക്കേഷനിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കൊച്ചിന്റെ തള്ളയാണ്, പക്ഷെ ഒരു മെച്യൂരിറ്റി ഇല്ല. അവിടെ ഏറ്റവും കൊച്ചു കുഞ്ഞ് ഞാനായിരിക്കും ചിലപ്പോൾ. ഇപ്പോഴും ഈ സീരിയൽ എന്ന് പറയുന്ന സമയത്ത് സാധാരണ ജനങ്ങൾ എപ്പോഴും വൈകുന്നേരങ്ങളിൽ മുടക്കാതെ കാണുന്ന സീരിയലാണ്. എനിക്കൊന്നൊരു സിനിമ ചെയ്യുന്നതിനെക്കാട്ടും ആളുകൾ തിരിച്ചറിയുന്ന സത്യത്തിൽ ഈ പറഞ്ഞ സീരിയല്. പിന്നെ എനിക്ക് വേറൊരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സ്ക്രീനിൽ കാണുന്ന പോലെ അല്ല നേരിട്ട് കാണുന്നത്. അപ്പൊ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത്രയധികം സീരിയൽ അഭിനയിച്ചതിന് ശേഷം ഏത് ക്യാരക്ടർ എപ്പോഴും ആളുകൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഓർത്ത് പറയുന്നുണ്ടത്? എനിക്ക് തോന്നുന്നു സൂര്യയിലാണെങ്കിൽ പോലും എൻ്റെ മാതാവില് ക്ലാര എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ. എപ്പോഴും ഫേസ് കാണുന്നവർക്ക് സിനിമയിൽ അവസരം കിട്ടില്ല എന്ന് പൊതുവെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല, ചിലപ്പോൾ എന്താ പറയുക, വിളിക്കാറുണ്ട്, ചില പ്രോജക്റ്റിലൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ സീരിയൽ ഇങ്ങനെ ഷെഡ്യൂൾ കണ്ടിന്യൂസ് ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ 1-2 സീരിയൽ എടുക്കുന്നുണ്ടാവും. ആ സമയത്ത് വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല, ഷെഡ്യൂൾ വെച്ചിട്ട്. അങ്ങനെയൊക്കെയാണ്. ഈ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് ഒരു ഭൂരിഭാഗം പേരും അന്വേഷിക്കുന്ന വേറൊരു ഫേസ് ഉണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ നമ്മുടെ പേജിൽ തന്നെ അത്തരം ചോദ്യങ്ങൾ വരാറുണ്ട്. എവിടെ ഷാൻജി എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോഴും ആളുകൾക്ക് ഒരു സംശയമുണ്ട്, എവിടെ പോയി, ഡിവോഴ്സ് ആണോ, അങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ? അത് ലീഗലി ഇപ്പം ഞങ്ങൾ കോർട്ടിൽ അതിൻ്റെ സംഭവങ്ങൾ നടക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല കാര്യങ്ങളൊന്നും. പക്ഷെ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി. എപ്പോഴും ഭയങ്കര വൈബായിട്ട് നിൽക്കുന്ന ആളാണോ? കാരണം ഞാൻ വന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ പണ്ട് വരുന്നതിന് മുമ്പ് കുറെ ഇന്റർവ്യൂസ് ഇരുന്ന് കണ്ടു, ചെയ്ത വർക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര പോസിറ്റീവ്. അതിന് കൂടെ ഈ പറയണ എപ്പോഴും ജിൽജില്ലായിട്ട് നിൽക്കാന്ന് പറയുന്നില്ലേ, എപ്പോഴും നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ജിൽജിലുള്ളൂ. ഞാൻ ഭയങ്കര എന്താ പറയാ, ഇമോഷണലി ഞാൻ ഭയങ്കര വീക്കാ. പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ദേഷ്യം വരും, എല്ലാം പെട്ടെന്ന് സഡൻലി വരുന്ന കൂട്ടത്തില. ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ക്ഷമിക്കും, പക്ഷെ അതൊരു ലിമിറ്റ് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. പക്ഷെ അത് മനസ്സിൽ വെക്കില്ല, ഓപ്പൺലി പറയും. ഓപ്പൺലി പറയുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് മനസ്സിൽ വെക്കാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് ഈവൻ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ ഓപ്പൺലി പറയുന്നത് കൊണ്ട് അത് ചിലർക്ക് അത് ഹേർട്ട് ചെയ്യും. പക്ഷെ ഞാനത് അങ്ങനെയല്ല. എൻ്റെ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ വെച്ച് കഴിഞ്ഞ് അവരോട് പെരുമാറുമ്പോൾ അവരോട് പെരുമാറുന്ന രീതികൾ നമുക്ക് മാറും. അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺലി പറയുന്നത്. പിന്നെ ഇമോഷണലി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, കരച്ചിൽ വരും. അതിപ്പോൾ എന്നെ ഒരാൾ അവോയ്ഡ് ചെയ്താൽ പോലും എനിക്ക് വീട്ടിൽ ആരും എന്നോട് മിണ്ടാതിരിക്കുന്ന ഇഷ്ടമല്ല. ഒരാൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരും. അതിപ്പം ഇവിടെ വീട്ടിൽ നിന്ന് മാത്രമല്ല പുറത്താണെങ്കിലും പെട്ടെന്ന് സങ്കടം വരും. എന്നെ ഒരാൾ മാറ്റി നിർത്തുന്നത് എനിക്ക് അങ്ങനെ തോന്നിയാൽ എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സങ്കടവും സന്തോഷവും എല്ലാം എനിക്ക് കൂടുതലാണ്. ഇമോഷൻ ഇത് ഭയങ്കര കൂടുതലുള്ള ആളാണ്. പിന്നെ ഒരാൾ എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്നെ മാത്രം സ്നേഹിക്കണമെന്നൊക്കെ ഉള്ള ഒരു കുശുമ്പുള്ള കൂട്ടത്തില. പക്ഷെ ഉണ്ടല്ലോ, ഈ സെലിബ്രിറ്റീസ് ആവുമ്പോൾ കുറച്ചൊക്കെ ജാടയാവാം എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തെങ്കിലും അങ്ങനൊന്നും കാണിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ജാടയൊന്നും കാണിക്കാൻ അറിയത്തില്ല. അത് എവിടെയാണെങ്കിലും എനിക്കങ്ങനെ ജാട, ഇപ്പം നമ്മൾ പുറത്താണെങ്കിലും പോകുമ്പം എന്തിനാ നമ്മൾ ജാട കാണിക്കുന്നത്? മറ്റുള്ള എന്താ പറയുക, നമുക്ക് ഫാൻസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ മറ്റുള്ളവരാണ് നമ്മൾ ഇത്രത്തോളം എത്തിക്കുന്നത്. സത്യം. വേറെ എന്താ പറയുക, പുറത്ത് നമ്മളെ കാണുന്ന നമ്മുടെ സീരിയൽ കാണുന്ന ആൾക്കാരും അവരൊക്കെ വന്ന് നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ ജാട എടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അവരാണ് നമ്മളെ ഇത്രത്തോളം പ്രോത്സാഹിപ്പിച്ച് ഇവിടം വരെ എത്തിക്കുന്നത്. അപ്പം എനിക്ക് ആരോടും അങ്ങനെ ജാടയൊന്നും കാണിക്കാറില്ല. പിന്നെ ഞങ്ങൾ പാലക്കാർ കോട്ടയംകാരും അറിയാലോ, ഞങ്ങൾ ഭയങ്കര സിംപ്ലിസിറ്റി ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക,
ജാട കാണിക്കാറില്ല. പടപടപടപടാന്ന് പറഞ്ഞോട്. ഇപ്പൊ റിമി ആണെങ്കിലും റിമി ചേച്ചി ആണെങ്കിലും മിയ ആണെങ്കിലും എല്ലാരും ടോക്കറ്റീവ് അല്ലേ. ഞങ്ങൾ ഭയങ്കര ടോക്കറ്റീവ് ആണ്. ഞങ്ങള് പാലക്കാരുടെ കോട്ടയംകാരുടെ ഒരു ഇതാണ്. ഈ 9 വർഷമായി ഇപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയില്. അപ്പം ഒരുപാട് ഈ പറഞ്ഞ ചില സമയത്ത് നമുക്ക് വർക്ക് ഉണ്ടാവും, ചില സമയത്ത് വർക്ക് ഉണ്ടാവില്ല. നമ്മൾ ചെയ്ത വർക്കുകൾ കുറച്ചൊക്കെ ആയിരിക്കും ആളുകൾ ഓർത്ത് പറയുന്നുണ്ടാവുക. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു 9 വർഷം എന്ന് പറയണേ? 9 വർഷം എന്ന് പറയുന്നത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദത്തുപുത്രി എന്ന് പറഞ്ഞ സീരിയലിലാണ് ഫസ്റ്റ് വരുന്നത് നസീർ സാറിൻ്റെ. ആ സമയത്ത് എനിക്ക് എന്താ പറയുക, അഭിനയം എന്താണെന്നറിയില്ല. നമ്മൾ പറയില്ല, നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് എത്തപ്പെട്ട ഒരു മേഖലയാണ് ഇത് സംഭവം. കാരണം നമ്മൾക്ക് നമ്മുടെ പാഷൻ മാത്രമല്ല, പാഷൻ എന്ന് വെച്ചിട്ടല്ല പറഞ്ഞത്. അന്ന് എനിക്ക് എൻ്റെ ജീവിത മാർഗമായിരുന്നു ഈ ഒരു ഇൻഡസ്ട്രിയും ഈ ഒരു സീരിയലും. കാരണം എനിക്കോ എൻ്റെ അടുത്ത് 1-2 പേര് ഈ ഫീൽഡിലുള്ളവർ തന്നെ പറഞ്ഞു, സിനിമ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കത് കിട്ടണമെന്നുള്ളത് അതൊരു ലക്കാണ്. വെച്ചാൽ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. സീരിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു പ്രോജക്റ്റ് കഴിയുമ്പോൾ ഒരു പ്രോജക്റ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഷെഡ്യൂൾ നോക്കിയിട്ട് നമുക്ക് അടുത്ത പ്രോജക്റ്റ് ചെയ്യാം. അപ്പോൾ അന്ന് എനിക്ക് എൻ്റെ ഒരു ജീവിത മാർഗമാണ്. അങ്ങനെ ഞാൻ ഈ ഒരു ഇതിലേക്ക് സീരിയൽ തിരഞ്ഞെടുക്കാൻ കാരണം അങ്ങനെയാണ് എൻ്റെ ഒരു ജേണി പോയത് തന്നെ. പിന്നെ അവിടെ നിന്ന് എനിക്ക് നല്ല ഇതാണ്, എനിക്ക് കുറേ ഫ്രണ്ട്ഷിപ്പ് കിട്ടി, നല്ല നല്ല ആൾക്കാരിട്ട്. അങ്ങനെ എനിക്കൊരു ബാഡായിട്ട് ഇന്ന് വരെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു ഇത് വന്നിട്ടില്ല. ഇപ്പോഴും ഈ സീരിയൽ എന്ന് പറയുന്ന സമയത്ത് സാധാരണ ജനങ്ങൾ എപ്പോഴും വൈകുന്നേരങ്ങളിൽ മുടക്കാതെ കാണുന്ന സീരിയലാണ്. എനിക്കൊന്നൊരു സിനിമ ചെയ്യുന്നതിനെക്കാട്ടും ആളുകൾ തിരിച്ചറിയുന്ന സത്യത്തിൽ ഈ പറഞ്ഞ സീരിയല്. പിന്നെ എനിക്ക് വേറൊരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സ്ക്രീനിൽ കാണുന്ന പോലെ അല്ല നേരിട്ട് കാണുന്നത്. അപ്പൊ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എല്ലാരും ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ട് ആണോ അങ്ങനെ എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ സീരിയലില്ലേ, അങ്ങനെ ചോദിച്ചു വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. ആ ഒരു സങ്കടം എനിക്കുണ്ട്. ഈ ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കി എന്തോ ആളുകൾ വന്നിട്ട് ഒരു ഫാൻ മൂവ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്, മനസ്സിലാക്കി വന്നിട്ടും ഉണ്ട്. പിന്നെ കുറെ ഇപ്പം ഇൻസ്റ്റാഗ്രാം ഒക്കെ ആക്റ്റീവ് ആയതിനു ശേഷം ഒത്തിരി ഫാൻസ് പിള്ളേരും കാര്യങ്ങളൊക്കെ ഓടി വന്നിട്ട് നമ്മൾ ഫോട്ടോസ് എടുത്തോട്ടെ, പിന്നെ അവർ നന്നായിട്ട് സംസാരിക്കും, അങ്ങനെയൊക്കെ. അതൊക്കെ നമുക്ക് നല്ല സന്തോഷമാണല്ലോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ റീൽസ് കണ്ടിന്യൂ ഇടും, ഫോട്ടോഷൂട്ട് ആണെങ്കിലും ഇപ്പൊ സീരിയൽ അഭിനയിക്കണോ ഫാമിലി നോക്കണോ ഒക്കെ ഒരു തിരക്കുള്ള സമയത്ത് എങ്ങനെ ഇത്ര ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റണം എല്ലാ കാര്യത്തിലും? അങ്ങനെ ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. എനിക്ക് ഫാമിലിക്ക് വേണ്ടി ഞാൻ കുറച്ച് ടൈം മാറ്റി വയ്ക്കും. ഇപ്പം പിന്നെ സീരിയൽ തുടങ്ങിയിട്ട് ഒരു 3-4-5 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ 1 to 15 അവിടെ ആയിരിക്കും, ട്രിവാൻഡ്രം ആയിരിക്കും. അത് കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം കൊളാബ് ഷൂട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സാരീസ് നമുക്കിങ്ങനെ കിട്ടുമ്പോഴത്തേക്കും അവർക്കും നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണമല്ലോ കറക്റ്റ് അതിന് സമയം. പിന്നെ ഓരോ മാസവും നമ്മളിങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് പിള്ളേരുടെ അടുത്ത് പറയും, നമുക്ക് ഇന്ന ഡേറ്റിന് ഇന്ന സംഭവങ്ങൾ ചെയ്താലോ. ഒരു മന്ത്ലി ഒരു 3-4 ദിവസം അങ്ങനെ തന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒരു 4-5 സാരി ഷൂട്ട് ചെയ്ത് വെക്കും. ഈ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ വേറെ എവിടെയും തേടി പോകണ്ട, ഇതിന് ചുറ്റും തന്നെ ഭയങ്കര ലൊക്കേഷൻ. ഞാൻ വരുമ്പോ പറഞ്ഞു ഇവിടെ തന്നെ നമുക്ക് 5-6 ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഞങ്ങൾക്ക് ഇവിടെ നല്ല ഞങ്ങളുടെ ലോൺ കാര്യങ്ങളൊക്കെ നല്ലതല്ലേ, അവിടെ തന്നെ ഉണ്ട് നമുക്ക്. അതായത് നമുക്ക് വേറെ ലൊക്കേഷൻ പോകണ്ട, ഇവിടെ തന്നെ പല പല ഇതില് ആംഗിളിൽ നമ്മൾ അങ്ങനെ എടുക്കും. പിന്നെ ഇവിടെ തന്നെ ചെയ്യാലോ, വീട്ടിൽ തന്നെ ഇൻഡോർ ചെയ്യാറുണ്ട്. ഇത്രയധികം സീരിയൽ അഭിനയിച്ചതിന് ശേഷം ഏത് ക്യാരക്ടർ എപ്പോഴും ആളുകൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഓർത്ത് പറയുന്നുണ്ടത്? എനിക്ക് തോന്നുന്നു സൂര്യയിലാണെങ്കിൽ പോലും എൻ്റെ മാതാവില് ക്ലാര എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ. പിന്നെ എനിക്ക് തോന്നുന്നു മനം പോലെ മംഗല്യം സി കേരളത്തിൽ സോന. അതാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പം ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ഇപ്പൊ സുന്ദരിയിലെ റീപ്ലേസ് ക്യാരക്ടറായിരുന്നു വൈദേഹി. അതും അത്യാവശ്യം എനിക്ക് തോന്നുന്നു സൂര്യ ആണെങ്കിൽ പോലും അത്യാവശ്യം ആൾക്കാർ അത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ മനസ്സിലാക്കി എടുക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വപ്നമായിരുന്നു ഏഷ്യാനെറ്റിൽ ഞാൻ ഇന്ന് വരെ ഈ 9 വർഷം നിന്നിട്ടും ഏഷ്യാനെറ്റിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ആ ഒരു അവസരം കിട്ടിയത്. 9 വർഷത്തിന് ശേഷം എനിക്ക് ഏഷ്യാനെറ്റിൽ ചെയ്യാൻ പറ്റി. ഇപ്പം ചെയ്യുന്നത് ഇഷ്ടം മാത്രമാണ്. എങ്ങനെയാണ് നിങ്ങളുടെ സീരിയൽ ലൈഫ്? അതിന് ഷൂട്ടിംഗ് സമയമൊക്കെ എങ്ങനെയാണെന്ന് പറയാമോ? കാരണം ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഇപ്പം സിനിമ ഷൂട്ട് ചെയ്യണ പോലെയല്ല, കുറച്ചും കൂടി നീളുണ്ട് ഈ സീരിയൽ ഷൂട്ട് ചെയ്യുന്നത്. പോയി സ്ഥിരമായിട്ട് നമ്മൾ ആളുകളെ കാണുന്ന സമയത്ത് നമ്മുടെ ഒരു ഫാമിലി പോലെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. എങ്ങനെ ശരിക്കും നിങ്ങളുടെ ഷൂട്ടിംഗ്? ശരിക്കും എനിക്ക് തോന്നുന്നു
സിനിമയിൽ അത്രയും ഫാമിലി അങ്ങനെ ഒരു ബോണ്ട് ഇല്ലെന്ന് എനിക്കറിയില്ല, ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ സീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് 1 വർഷം 2 വർഷം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയല്ലേ. ഒരു പ്രൊജക്റ്റ് പോകുമ്പോൾ തന്നെ ഒരു 1 ഇയേഴ്സ് അല്ലെങ്കിൽ 2 ഇയേഴ്സ് ഉണ്ടല്ലോ. അപ്പം നമ്മൾക്ക് ശരിക്കും ഒരു ഫാമിലി പോലെയാണ്, ഭയങ്കര ബോണ്ടാ. ഞങ്ങളവിടെ എല്ലാവരും കളി ചിരി ബഹളം. ചില നേരത്ത് അവിടുത്തെ ഡയറക്ടറൊക്കെ വിളിച്ചിട്ട് പറയും ഒന്ന് നിർത്താവോ, മിണ്ടാതിരിക്കാവോ, സൈലൻസ് പ്ലീസ് എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ നമുക്കതൊരു ഫാമിലി പോലെ തന്നെയാണ്. ചില സെറ്റുകളിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ കുക്കിംഗ് പരിപാടി ഷൂട്ട് അപ്പുറത്ത് നടക്കും, ഫ്രീ ആയിട്ടുള്ളവരെല്ലാവരും കുക്കിംഗ് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. പിന്നെ എന്താ പറയുക, പാട്ടുപാടും യൂനോ കളിക്കും, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മൾ ഭയങ്കര രസമാണ്. പിന്നെ ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് 9 മണി കഴിഞ്ഞിട്ടാണെങ്കിലും ഷെഡ്യൂൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും. അങ്ങനെ ചിൽ. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു കോളേജിൽ പോയ ഗെറ്റ് ടുഗദർ സത്യം നിങ്ങളുടെ വൈബിൽ നമ്മള് കോളേജിലൊക്കെ പോയ ആ ഒരു സംഭവം ഇതൊക്കെ വരും. പിന്നെ ഭയങ്കര രസമാണ്. ലൊക്കേഷനിലാണേലും ഫണ്ണാണ്. അങ്ങനെ വഴക്ക് കാര്യങ്ങൾ അങ്ങനെ ആരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയൊരു ഈഗോയോ അങ്ങനെ ഒന്നും സംഭവങ്ങളൊന്നും ഇല്ല. എല്ലാവരുമായിട്ട് ഭയങ്കര ചിൽ മൂഡ്. അത് ടെക്നീഷ്യന്മാരാണെങ്കിലും ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാവരും ഭയങ്കര പോസിറ്റീവ് ഇതായിട്ടുള്ള. അല്ല, ഇതുവരെ അങ്ങനെയാണ്, ഇനിയും അങ്ങനെ ആവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സീരിയൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആരല്ലേ ഫ്രണ്ട്സ്? അൻഷിത ക്ലോസ് ആണ്, 9 years ആയിട്ട് അറിയാം. വിപിൻ, അൻഷിത, വിപിൻ അവരൊക്കെ ക്ലോസ് ആണ്. പിന്നെ ഉണ്ട് സരയു ഉണ്ട്. പിന്നെ ആര്യയുടെ കൂട്ടത്തിൽ ഞാൻ ചെറിയൊരു വെബ് സീരീസ് ചെയ്തത്. പക്ഷെ ആര്യയാണെങ്കിലും ഇപ്പോഴും എല്ലാവരും അങ്ങനെ എടുത്തു പറയാൻ അങ്ങനെ ആരും അങ്ങനെയല്ല, എല്ലാവരുമായിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് എന്താ പറയുക ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും അങ്ങനെ എല്ലാവരെയും ഞാൻ ഒരുപാട് സ്നേഹിക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആരെങ്കിലും ഒരാൾ വിളിക്കാൻ പറഞ്ഞാൽ ആരായിരിക്കും വിളിക്കാം? ഇപ്പോഴത്തെ ഈ ഒരു ഇതിലാണെങ്കിൽ എനിക്ക് ഒരാളെ ഇല്ല, അവിടെയുള്ള എല്ലാവരും വിളിക്കേണ്ടി വരും. ഇഷ്ടമാത്രം സീരിയലിലെ സജ്നനെ വിളിക്കേണ്ടി വരും. പിന്നെ എന്താ പറയുക, പ്രിയ ചേച്ചിനെ വിളിക്കേണ്ടി വരും, ലക്ഷ്മിനെ വിളിക്കേണ്ടി വരും. ഞങ്ങളുടെ ദുവാന്ന് പറഞ്ഞ കുട്ടിയുണ്ടല്ലോ, മോളുണ്ടല്ലോ, അവളുടെ അമ്മയാണ്, പുള്ളിക്കാരി നേരത്തെ ആർട്ടിസ്റ്റ് വരുന്നത്, ലക്ഷ്മി പ്രഭു. ലക്ഷ്മിനെ വിളിക്കേണ്ടി വരും, മൃദുലേനെ വിളിക്കേണ്ടി വരും, റേജനെ വിളിക്കേണ്ടി വരും. ഞങ്ങളെല്ലാവരും അവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആർട്ടിസ്റ്റുകളെല്ലാം കംപ്ലീറ്റ്ലി ഭയങ്കര ഫ്രണ്ട്ലിയാണ്, വൈബാണ്, പൊളിയാണ്. അങ്ങനെ ഒരാളെ മാത്രം വിളിക്കാൻ പറയരുത്, ഞാൻ ഇവരെല്ലാം ഗ്രൂപ്പ് കോൾ വിളിക്കേണ്ടി വരും. ഒരാളെ വിളിച്ച് ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഒരു പ്രാങ്ക് ആണ്, വിളിച്ചിട്ട് എന്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് 1 രൂപ ഗൂഗിൾ പേ ചെയ്യണം. ഞാൻ പപ്സ് വാങ്ങാൻ കയറി, പക്ഷെ എന്റെ കയ്യില് 1 രൂപ. പപ്സിന് എത്രയുടെ വില ഇപ്പൊ? 20 രൂപ, 12 രൂപ. എന്റെ കയ്യിൽ 11 രൂപയുള്ളൂ. 1 രൂപ അയച്ചു വെച്ചിട്ട് ഒരാളെ വിളിക്കണം. ആരാണ് അയച്ചു തരുന്നത് നോക്കാനാ? അയ്യോ, ഇപ്പത്തെ ഇന്റർവ്യൂ ഇങ്ങനെയാ, ടാസ്കോട് ടാസ്ക് ആയിരിക്കും. ഞാൻ പോട്ടെ. അങ്ങനെ വിളിക്കാൻ പറ്റും ആരെങ്കിലും? അങ്ങനെ വിളിക്കാൻ ഞാൻ ഇവരെല്ലാരും വിളിക്കും. ഗ്രൂപ്പ് കോൾ ആണെങ്കിൽ ഗ്രൂപ്പ് കോൾ. പപ്സ് മേടിക്കാൻ എനിക്ക് പൈസ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ എല്ലാരും കൂടെ 6 രൂപയുടെ പറയേണ്ടി വരും. ട്രൈ ചെയ്യുന്നുണ്ട്, വേണോ? ജസ്റ്റ് ട്രൈ ചെയ്ത് നമുക്ക് വിളിച്ചു. എല്ലാരും ഇപ്പൊ ഈ ഷെഡ്യൂൾ കഴിഞ്ഞപ്പോ പനിയൊക്കെ പിടിച്ച് കിടക്കുക. നമുക്ക് ഒന്ന് കൊറോണ പനി കൊടുത്തോ? ഓൾറെഡി എല്ലാവർക്കും ഈ പ്രാവശ്യം വൈറൽ ഫീവർ. പിള്ളേരെല്ലാരും ഉണ്ടായിരുന്നു സെറ്റില്. കിട്ടിയായിരുന്നു പനി? എല്ലാവർക്കും കിട്ടി. വിളിക്കാൻ പറ്റോ? നോക്കാം. ഞാൻ പ്രിയ ചേച്ചിനെ വിളിക്കാം. ബാക്കി എല്ലാരും പനിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ മൃദുലെ റേജനൊക്കെ ഷൂട്ടിൽ വേണം. അപ്പൊ ആ സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട. ഹലോ പ്രിയ ചേച്ചി. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തെടുക്കുവാണ്? എഴുന്നേറ്റോ? പിന്നെയും കിടന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ ചേച്ചി. ആണോ? എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ഇന്നലെ പിരിഞ്ഞതല്ലേ ഉള്ളൂ, പിന്നെ എന്ത് വിശേഷം? ഒരു ദിവസം കഴിഞ്ഞു, ഒരു ദിവസം വിശേഷമുണ്ട്. അതെ ചേച്ചി, ഞാനേ ഒന്ന് പുറത്ത് നിൽക്കുക. ഞാൻ കടയിൽ നിൽക്കുക. അതെ, നമ്മുടെ പേയ്മെന്റ് ഒന്നും വന്നിട്ടില്ലല്ലോ, അപ്പം ഞാൻ പൊട്ടിപ്പാളിസായി. എനിക്കൊരു പപ്സ് മേടിക്കണം. പപ്സ്
എനിക്ക് 12 രൂപയാണ് വേണ്ടത്, അതിൽ 11 രൂപയുണ്ട്, 1 രൂപ അയച്ചു തന്നാൽ മതി. ചേച്ചി ഇപ്പൊ 1 രൂപ അയച്ചത്, അത് കഴിഞ്ഞ് പിന്നെ വേണമെങ്കിൽ ഒരു 10,000 അയച്ചോ, കുഴപ്പമില്ല. ചോദിക്കുമ്പോഴെങ്കിലും ഒരു മര്യാദക്ക് വേണ്ട. 1 രൂപ മതി, 1 രൂപ മതി, ഇപ്പൊ തൽക്കാലം 1 രൂപ മതി. കടക്കാരുടെ മുമ്പില് നാണം ചേച്ചി ഞാൻ നാണം കെടണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചി 1 രൂപ അയച്ചു തരേണ്ടി വരും. അയ്യോ ദൈവമേ, ഇത്രയും ഞാൻ പറഞ്ഞില്ല. ഞാനേ എല്ലാരും കൂടെ ഒരുമിച്ച് വിളിക്കാന്ന് വിചാരിച്ച്, അപ്പൊ പിന്നെ വേണ്ട, ഗ്രൂപ്പ് കോൾ ആയി പോലോ. എല്ലാരോടും 1 രൂപ ചോദിച്ച ആൻമറിയ മാത്രമേ ഉണ്ടാവുള്ളൂ, ഞാൻ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഉണ്ടാവില്ല. എന്റെ പ്രിയ ചേച്ചി 1 രൂപയാണെങ്കിലും തരുമെന്ന് എനിക്ക് അറിയാലോ. നീ ഒന്നിന്റെ കൂടെ എത്ര പൂജ ഇട്ടാലും ഞാൻ അയച്ചു തരുന്നത് എനിക്ക് അറിയാം. അതെ അതെ, അതാണ് ഞങ്ങളുടെ വേൾഡ് ബാങ്കാണ്. അയച്ചു തരാം. ഓക്കെ ഓക്കെ ബൈ. കുറച്ച് കൂടുതൽ വേണോ? വേണ്ട ചേച്ചി, ഇപ്പൊ 1 രൂപ മതി. ഓക്കെ ബൈ. അയ്യോ പറഞ്ഞ പോലെ അയച്ചരാന്ന് പറഞ്ഞു. അതാണ് ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇത്. ഇന്റർവ്യൂ എടുക്ക പേയ്മെന്റ് വന്നാൽ ഞാൻ കാണിച്ചു തരാട്ടോ. ഞാൻ ചേച്ചിയുടെ പേര് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി, ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ്, അപ്പൊ യൂട്യൂബിൽ ആക്റ്റീവ് ആണ് നോക്കിയ സമയത്ത് 2 വീഡിയോസ് ഞാൻ കണ്ടു. ഒന്ന് ജ്വല്ലറീസിന്റെ ഒരു വീഡിയോയും പിന്നെ ഒരു വീഡിയോ കൂടി ഉണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിരുന്നു, പക്ഷെ എനിക്ക് ചില സമയത്ത് മടി ഉള്ള ആളാണ്. അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചിട്ട് ഞാൻ കുറച്ച് ഷോർട്സ് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളൂ, അത് അങ്ങനെ ആക്റ്റീവ് ആക്കി എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് ആക്റ്റീവ് ആക്കി എടുക്കാത്തതുകൊണ്ട് ആ ചാനൽ ഇടുന്നില്ല. പുതിയൊരു ചാനൽ തുടങ്ങണമെന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഓരോ യൂട്യൂബ് ചാനൽ ഉണ്ട്. വ്ളോഗിങ് ഡെയിലി ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അറിയാൻ ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. അപ്പൊ തുടങ്ങും കേട്ടോ യൂട്യൂബ് ചാനൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഈ മൂവിയിലേക്ക് ഇപ്പൊ എല്ലാവരും അയച്ചോ? എനിക്ക് 1 രൂപ വന്നു, എന്റെ പ്രിയേച്ചി അയച്ചു, കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എന്റെ പ്രിയേച്ചി ഇത് കണ്ട 1 രൂപ അയച്ചിട്ടുണ്ട്. ഇപ്പൊ കണ്ട എന്റെ ഫ്രണ്ട്സ്, ട്രൂ ഫ്രണ്ട്സ് അല്ലേ, ഒരു താങ്ക് യു പറഞ്ഞേക്കാം. ഒരു താങ്ക് യു അയച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവരുടെ ആഗ്രഹം, ഇപ്പൊ പൊതുവേ ഒരു സീരിയലിൽ അഭിനയിച്ച് കുറെ വർഷം സീരിയൽ അഭിനയിക്കുന്നു, പക്ഷെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരു സിനിമയിൽ വരണം, അല്ലെങ്കിൽ ഒരു അവസരം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. എപ്പോഴും ഈ സീരിയലിൽ എപ്പോഴും ഫേസ് കാണുന്നവർക്ക് സിനിമയിൽ അവസരം കിട്ടില്ല എന്ന് പൊതുവെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല, ചിലപ്പോൾ എന്നാ പറയുക, വിളിക്കാറുണ്ട്, ചില പ്രോജക്റ്റിലൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ സീരിയൽ ഇങ്ങനെ ഷെഡ്യൂൾ കണ്ടിന്യൂസ് ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ 1-2 സീരിയൽ എടുക്കുന്നുണ്ടാവും. ആ സമയത്ത് വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല, ഷെഡ്യൂൾ വെച്ചിട്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്കങ്ങനെ സിനിമ ചെയ്യണം വലിയ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് എൻ്റെ കൊച്ചു ലൈഫ്, എൻ്റെ സീരിയൽ കുടുംബം, എനിക്ക് എൻ്റെ സീരിയൽ ചെയ്യണം എന്നതാണ് എനിക്ക് ആഗ്രഹം. പിന്നെ സിനിമ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം, അതെന്താ പറയാ, അത് ഇരട്ടി മധുരം എന്നൊക്കെ പറയില്ലേ, അത് അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെയൊന്നുമില്ല. കിട്ടിയാൽ അത് നമുക്ക് എന്താ പറയാ, ദൈവം നമുക്ക് തരുന്നു, അത്രേ ഉള്ളൂ. അത് ഭയങ്കര റെയർ ആയിട്ട് ആളുകൾ ഇങ്ങനെ പറയും, എപ്പോഴും പറയുന്നത് ഈ സിനിമയിൽ ഒരു അവസരം കിട്ടണം, അഭിനയിക്കണം, അങ്ങനെയൊക്കെ ഒരു പറയാറുണ്ട്. ഞാൻ ദിലീപേട്ടനോടത്തിലെ വെൽക്കം ടു സെൻട്രൽ ചെയ്ത്, പിന്നെ ഷൈൻ ടോം ചാക്കോന്റെ മാസ്ക് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതാ പറഞ്ഞേ, എനിക്ക് അവസരം കിട്ടും, ദൈവം തരുവാണെങ്കിൽ തരട്ടെ എന്ന് ഞാൻ ആഗ്രഹം. അല്ലാതെ എനിക്ക് അതിനു വേണ്ടി ഞാൻ കൂടുതൽ എഫേർട്ട് എടുത്ത് അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 9 years കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏഷ്യാനിലെ പ്രോജക്റ്റ് കിട്ടിയത്. അപ്പം എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കിട്ടാനുള്ളതാണെങ്കിൽ എപ്പോഴാണെങ്കിലും നമുക്കത് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരുമായിട്ട് നല്ല രീതിയിൽ എന്താ പറയുക, ഒരു കീപ്പ് ഇൻ ടച്ച് അത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അവർ നമ്മളെ ഓർത്തിട്ട് നമുക്ക് അവസരം തരും. അതാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ഏജ് കഴിയുമ്പോൾ മെച്യൂരിറ്റി എന്ന് പറയും. അപ്പം നമുക്ക് ചെറിയ കുട്ടികൾക്ക് മെച്യൂർഡായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്ത വൈബ്, തള്ള വൈബ് എന്നൊരു പേര് വരും. സത്യത്തിൽ ഇപ്പം അതിനെ വേറൊരു ഭാഷയിൽ ഇപ്പം പറഞ്ഞിട്ടുള്ളത്, അവർ മെച്യൂർഡായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ പേരുകൾ വരുന്നതെന്ന് പറയും. ചേച്ചി ഇപ്പോഴും സംസാരിക്കും മെച്ചോർഡാണ്, അതേസമയം പിന്നെ കുസൃതിത്തരൊക്കെ ഉള്ള പോലെയൊക്കെ ഫീൽ ചെയ്യും. വീട്ടിൽ ഏറ്റവും ഇളയ കുട്ടി ഇതാണെന്ന് തോന്നുന്നു. അല്ല, എന്നോട് എല്ലാവരും ലൊക്കേഷനിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കൊച്ചിന്റെ തള്ളയാണ്, പക്ഷെ ഒരു മെച്യൂരിറ്റി ഇല്ല. അവിടെ ഏറ്റവും കൊച്ചു കുഞ്ഞ് ഞാനായിരിക്കും ചിലപ്പോൾ. അങ്ങനെയാണ്. അത് പിന്നെ എനിക്കങ്ങനെ ഒരുപാട് ഈ മെച്യൂർഡായിട്ട് കാണിക്കാനും അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. മനസ്സിലായി.
കൂളായിട്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ കൂളായിട്ട് കൊഞ്ചി സംസാരിച്ച് അങ്ങനെ ഒരു എല്ലാവരോടും എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ചെന്ന് കഴിയുമ്പോഴാണെങ്കിലും എല്ലാവരും എൻ്റെ അടുത്ത് പറയും, ചിലരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്താ അവരോട് മിണ്ടരുത് ഇവരോട് മിണ്ടരുത്. ചിലപ്പോൾ അതൊരു എന്താ പറയുക, ചില ആണുങ്ങളുടെ അടുത്ത് നമ്മൾ മിണ്ടുമ്പോഴത്തേക്കും അത് നെഗറ്റീവായിട്ട് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ തെറ്റിദ്ധരിച്ച് ഗോസിപ്സ് ഉണ്ടാക്കുന്ന അങ്ങനെയാണ്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇപ്പോൾ ഡയറക്ടർ മുതൽ പ്രൊഡക്ഷനിലുള്ള പിള്ളേരാണെങ്കിൽ പോലും എടാ അളിയ എടാ എടാ എന്ന് വിളിച്ചിട്ടുള്ള ഒരു ഡയറക്ടർ എടാ ഒന്നും വിളിക്കത്തില്ല കേട്ടോ, സാറിനെ വിളിക്കത്തുള്ളൂ. വെച്ചാൽ ഞാൻ പറഞ്ഞ മേളിൽ മുതൽ താഴെ വരെയുള്ളവരാണെങ്കിലും ഞാൻ അങ്ങനെ എല്ലാവരുടെ അടുത്തും അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മുടെ ആ ഒരു സ്ലാങ്ങിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെയൊക്കെ ഒരു ഇത്, കാരണം ഞങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാണ്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ വന്നാൽ ഇപ്പം നമ്മുടെ കസിൻസിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ചേട്ടായിമാരുടെ ഫ്രണ്ട്സ്, ചേച്ചിമാരുടെ ഫ്രണ്ട്സ്, അവിടം തൊട്ട് നമ്മളിങ്ങോട്ട് നമ്മുടെ ഫ്രണ്ട്സ് എന്ന് മാത്രമല്ല റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും ഒരുപോലെ ഇരുന്ന് വട്ടം കൂടി നമ്മൾ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തില്ല. അപ്പം എടാ പോടാ ആ ഒരു ബന്ധം നമ്മൾ കീപ്പ് ചെയ്യും. പിന്നെ അളിയാന്ന് വിളിച്ചിട്ടുള്ളൊരു എല്ലാവരുടെയും തോളിൽ കൈയിട്ടിട്ട് നമ്മൾ നടന്ന് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. ഏറ്റവും കൂടുതൽ എനിക്ക് അത് അങ്ങനെ ഫീൽ ചെയ്തേക്കുന്നത് എൻ്റെ മാതാവ് ലൊക്കേഷനിൽ ഞങ്ങളെല്ലാവരും വെച്ചാൽ ഡയറക്ടർ വേണു സാറ്, റൈറ്റർ സിനോ സാറിനെ എല്ലാവർക്കും പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ അവിടെ സിനോ ചേട്ടാ എന്ന് പറഞ്ഞ് പേടിയില്ലാണ്ട് ഒരാൾ പോയിരുന്ന് സംസാരിക്കുന്ന തുടങ്ങിയത് ഞാൻ മാത്രം. അത് വേറെ ഇപ്പം ശരിയാണ് പറഞ്ഞത് ശരിയാണ്, മറ്റുള്ളവരുടെ കണ്ണിൽ ചിലപ്പോൾ അതൊരു നെഗറ്റീവായിട്ടാണ് വരുന്നത്. പക്ഷെ എനിക്ക് അവരോട് മിണ്ടാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എനിക്ക് ഒരാളോട് രാവിലെ ചെന്നിട്ട് ചിരിച്ച് വർത്താനം പറയാതിരിക്കാൻ പറ്റത്തില്ല, ഒരു ഗുഡ് മോർണിംഗ് പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. പക്ഷെ ചിലർ അതിനെ വ്യാഖ്യാനിക്കുമായിരിക്കും അതൊരു അയ്യോ അവർ തമ്മിൽ അഫെയർ ഉണ്ട് അങ്ങനെ. എനിക്കത് നെവർ മൈൻഡാണ്. കാരണം എൻ്റെ മൈൻഡ് എനിക്കറിയാം, ഞാൻ എന്തെന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് നോ പറയേണ്ടടുത്ത് നോ പറയാനും അറിയാം. അതാണ് എൻ്റെ ഒരു അതാണ് വേണ്ടത്. എനിക്ക് ഒരാൾ എന്നെ ഒരു ബാഡ് ടച്ച് ചെയ്താലോ അല്ലെങ്കിൽ ബാഡായിട്ടൊന്ന് നോക്കിയാൽ പോലും എനിക്കത് നന്നായിട്ട് അറിയാം. പിന്നെ നോ പറയേണ്ടടുത്ത് ഞാൻ നോ പറയുകയും ചെയ്യും. നല്ല ഫ്രണ്ട്ഷിപ്പ് ഞാൻ കീപ്പ് ചെയ്യുകയും ചെയ്യും. അത് ഇന്ന ആളൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ എൻ്റെ മാതാവ് ചെയ്ത സമയത്ത് വിജിത്ത്, ഉണ്ണി ചേട്ടൻ, ഞാൻ അവരുടെ അടുത്ത് എടാ ആളിയാ രാവിലെ നമുക്ക് എന്താ ചെയ്യണ്ടായി അങ്ങനെ ഇതാ. ഇപ്പോഴും അവരെൻ്റെ അടുത്ത് അന്നമ്മേ, എല്ലാവരും എന്നെ അന്നമ്മയെന്നാണ് വിളിക്കുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ദത്തുപുത്രി ചെയ്യാൻ നേരത്തെ ഞാൻ ചെല്ലുമ്പോൾ ആൻമരിയ എന്നാണല്ലോ. അപ്പോൾ സാറിന് നസീർ സാറ് പറഞ്ഞു ആൻമരിയ എന്ന് വിളിക്കാൻ ഭയങ്കര പാടാണല്ലോ, ആനയെന്ന് വിളിക്കും, ചിലപ്പോൾ ആൻമരിയ എന്ന് വിളിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ആനയെന്ന് വിളിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ സാറ് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു ഞാൻ അന്നമ്മ എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പം വിളിച്ചു. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയൊരു വരെ എല്ലാവരും എന്നെ അന്നമ്മ എന്നാണ് വിളിക്കുന്നത്. ചേച്ചീന്ന് എനിക്ക് അങ്ങനെ ചേച്ചീന്നോ ആൻറ്റീന്നോ ഒന്നും വിളിക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. പിള്ളേരോട് പോലും പറയും അന്നമ്മ എന്ന് വിളിച്ചോളാൻ പറയും. കാരണം അത് പറഞ്ഞപ്പം എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ പപ്പയുടെ അമ്മയുടെ പേരാണ്. അപ്പോൾ എനിക്ക് ആ ഒരു പേര് തന്നെ വിളിച്ച് കേട്ടപ്പം എനിക്ക് സന്തോഷമായി. ഈ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് ഒരു ഭൂരിഭാഗം പേരും അന്വേഷിക്കുന്ന വേറൊരു ഫേസ് ഉണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ നമ്മുടെ പേജിൽ തന്നെ അത്തരം ചോദ്യങ്ങൾ വരാറുണ്ട്. എവിടെ ഷാൻജി എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോഴും ആളുകൾക്ക് ഒരു സംശയമുണ്ട്, എവിടെ പോയി, ഡിവോഴ്സ് ആണോ, അങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ. അത് ലീഗലി ഇപ്പം ഞങ്ങൾ കോർട്ടിൽ അതിൻ്റെ സംഭവങ്ങൾ നടക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല കാര്യങ്ങളൊന്നും. പക്ഷെ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി. ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് പേഴ്സണലിയും വരുന്നുണ്ട്. പുള്ളിക്കാരൻ എന്തോ പേജിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കളഞ്ഞതിൻ്റെ പേരിൽ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാനത് അവരുടെ അടുത്തെല്ലാം ചിലതൊക്കെ ഇഗ്നോർ ചെയ്ത് കളയും. പിന്നെ അത്രയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും വി ആർ സെപ്പറേറ്റഡ്, അങ്ങനെ പറയും. ഇപ്പം സെപ്പറേറ്റഡ് ആയി. ഇപ്പം ഒരു അത് വേറെ ഒന്നും എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് പുള്ളിക്കും എനിക്കും അങ്ങനെ പേഴ്സണലി ഒരു ഇതൊന്നുമില്ല, ശത്രുത അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഇപ്പം കോർട്ടിൽ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നു, സെപ്പറേറ്റഡ് ആയി. ചിലപ്പം ഞാൻ ആരെയും കുറ്റപ്പെടുത്തത്തില്ല, ചിലപ്പോൾ അത് എൻ്റെ വിധിയായിരിക്കും. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളർന്നു പറയില്ലേ. അപ്പം ഞാൻ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏഷ്യാനെറ്റിലെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പം അതുകൊണ്ട് കാരണം ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ഇപ്പം എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഫസ്റ്റ് മാരേജ് അങ്ങനെ പോയി, സെക്കൻഡ് മാരേജ് ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സെക്കൻഡ് മാരേജ് പോലും ചെയ്യാൻ കാരണം എൻ്റെ ആൻറ്റിമാരും എൻ്റെ കസിൻസും ഞാൻ മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ആ ഒരു വിഷമത്തിലാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് മാരേജിനെ കുറിച്ചും സെക്കൻഡ് മാരേജിനെ കുറിച്ചും ഇപ്പോൾ രണ്ടാമത്തെ വിവാഹം ഇങ്ങനെ അപ്പം
ഞാനത് ഫസ്റ്റ് മാരേജ് അങ്ങനെ ഒരു ഫെയിലിയർ ആയതിലോ സെക്കൻഡ് മാരേജിൽ ഇങ്ങനെ ഒരു ഫെയിലിയർ വന്നതിലോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. അത് എൻ്റെ വിധി. ചിലപ്പം ദൈവം ഞാൻ ഒറ്റയ്ക്ക് തുഴഞ്ഞു പോകണമെന്നായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ അങ്ങ് പോട്ടെ, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ പേഴ്സണലി എനിക്ക് ആരോടും ഇതില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആളോടും രണ്ടാമത്തെ ആളോടും ഒന്നും ഒരു വൈരാഗ്യമില്ല, ഒരു ദേഷ്യമില്ല, ഒന്നുമില്ല. ചിലപ്പം അവർക്കും എനിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ഞങ്ങൾ പിരിഞ്ഞത്, അത്രേ ഉള്ളൂ. പിന്നെ ഫാമിലി ആയിട്ട് എല്ലാവരോടും, ഇപ്പം ഷാൻചേട്ടൻ്റെ ഫാമിലി ആയിട്ടാണെങ്കിലും എല്ലാവരോടും കമ്പനിയാണ്, വർത്തമാനമൊക്കെ പറയാറുണ്ട്. മോൾക്ക് അവർ മെസ്സേജ് ചെയ്യാറുണ്ട്. അങ്ങനെ ഈ എപ്പോഴേ ഇപ്പം സിംഗിൾ മദർ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം ഒരു ഫസ്റ്റ് ലൈഫ് ഇപ്പം ഫെയിലായ രണ്ടാമത് കല്യാണം കഴിക്കുന്നവരുണ്ട്, അത് പറ്റാത്ത ആളുകളുണ്ട്. ശരിക്കും നമ്മൾ പെൺകുട്ടികൾക്ക് ഒരു സിംഗിൾ മദറും കൂടി ആവുമ്പോൾ ഒറ്റക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? കാരണം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യണ അല്ലെങ്കിൽ ഈ പറയുന്ന ഫാമിലിയിൽ നിന്ന് അടുത്ത കല്യാണം കഴിഞ്ഞ് പുഷ് ചെയ്യുന്ന കുറേ പാരൻസ് ഒക്കെ ഉണ്ടല്ലോ, സൊസൈറ്റിയിൽ തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ഒരു സിംഗിൾ മദറായി ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒറ്റക്ക് ജീവിക്കാൻ പറ്റും. ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ നിന്ന് എനിക്കുള്ള എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ പറയില്ലേ, നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞും നമ്മളായിട്ട് ജീവിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്രയാണെന്ന് പറയാനും സിംഗിൾ മദറായിട്ടാണെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ നമ്മൾ നമ്മുടെ മോളോട് പറഞ്ഞു കൊടുക്കേണ്ടത് എല്ലാവരോടും നല്ല രീതിയിൽ ഒരു ബന്ധം കീപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഏറ്റവും ഞാൻ എൻ്റെ മോളോട് പറയുന്നത്, എൻ്റെ മോളോട് ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ മാരേജ് എന്നൊക്കെ പറയുന്നത് സെക്കൻഡറിയാണ്. അവൾ നന്നായിട്ട് പഠിക്കുക, ജോലി ചെയ്യുക, സ്വന്തം കാലിൽ നിൽക്കുക. ആർക്കും വേണ്ടി ജോലി ഉപേക്ഷിക്കാനോ കരിയർ ഉപേക്ഷിക്കാനോ ഒന്നും പോവേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ അവളുടെ കരിയർ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ജോലി തിരഞ്ഞെടുത്ത് അത് ചെയ്തുകൊണ്ട് തന്നെ ഒരു ലൈഫിലേക്ക് പോവുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്നും പറഞ്ഞുകൊണ്ട് ആഫ്റ്റർ മാരേജ് ഒരു എന്താ പറയുക, അവളുടെ കരിയർ നശിപ്പിക്കാനോ അതിനൊന്നും പോയേക്കരുത്. പിന്നെ കല്യാണം തന്നെ സെക്കൻഡറിയാണ്. അതാണ് പറയാനുള്ളത്. ഈ വീട്ടിൽ അമ്മ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണല്ലോ. ഇപ്പൊ സെക്കൻഡ് മാരേജ് പോലെ അമ്മയുടെ ഒരു ഇതുണ്ടായിരുന്നു. അമ്മയും മകളൊക്കെ എങ്ങനെയാ അതിനൊരു റെസ്പോണ്ട് ചെയ്ത് എങ്ങനെയാ? അങ്ങനെയൊന്നുമില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും പറഞ്ഞു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഓക്കെ, അങ്ങനെ അതിനങ്ങനെ പ്രത്യേകിച്ച് എന്നെ വഴക്ക് പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കാരണം അവർക്കറിയാം, ഇപ്പം എൻ്റെ മമ്മിയാണെങ്കിലും എൻ്റെ കസിൻസിനാണെങ്കിലും അറിയാം, 8 വർഷം ഞാൻ ഒറ്റയ്ക്ക് താമസിച്ച സമയത്ത് ഞാൻ മാരേജ് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു സമയം. അത് കഴിഞ്ഞിട്ടാണ് പുള്ളീനെ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട് സർക്കിൾ വഴി കണ്ടു, വീട്ടിൽ വന്ന് കല്യാണം ഉറപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാരേജ് ചെയ്തു. അത് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയും എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയും, കാരണം ഞാൻ മാത്രമാണ് എൻ്റെ ഫാമിലിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾ. എൻ്റെ ബാക്കിയുള്ള എൻ്റെ കസിൻസും റിലേറ്റീവ് എല്ലാവരും ഫാമിലി ആയിട്ട് പോകുന്നത്. ഇപ്പോൾ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ എത്രയാണെന്ന് പറഞ്ഞാലും അവർക്കൊരു വിഷമം ഉണ്ടാവില്ല. പപ്പയുടെ വീട്ടിലാണെങ്കിലും മമ്മിയുടെ വീട്ടിലാണെങ്കിലും വിഷമം ഉണ്ടാവും. അപ്പം അങ്ങനെ ആണ് ഞാൻ ഒരു മാരേജിനെ കുറിച്ച് ചിന്തിച്ചത്. പക്ഷെ ഞാൻ അതിന് തൊട്ട് മുമ്പ് വരെ എൻ്റെ മാതാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് മാരേജ് ഈ ഒരു പ്രപ്പോസൽ. അതിന് ഒരു 1 മന്ത് മുമ്പ് വരെ അവർ തന്നെ പല പ്രപ്പോസൽസ് എനിക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ കിടന്ന് യുദ്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് കല്യാണത്തെക്കുറിച്ച് മിണ്ടിപ്പോയേക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ വഴക്ക് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പെട്ടെന്നാണ് പിന്നെ ഈ കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വണ്ടടിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു. ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ ഇപ്പം ദൈവം നമുക്ക് 2 ലൈഫ് വെച്ചാൽ ആദ്യത്തെ ഒരു 2 കല്യാണം എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ തലയിൽ വരച്ച് വെച്ചേക്കുന്നത്. ഇനി ഒരു കല്യാണം പോയിട്ട് പോലും ഇല്ല, എനിക്ക് ഇനി ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി. പിന്നെ മോളെ പഠിപ്പിക്കുക, അവളുടെ കരിയർ നോക്കുക. പിന്നെ അവളോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ നോക്കരുത്. എനിക്ക് വേണ്ടി ജീവിക്കണമെന്ന് ഞാൻ അവളോട് പറയത്തില്ല. അവൾക്ക് വേണ്ടിയാണ് അവൾ ജീവിക്കേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ സെൽഫ് ലവാണ്. കാരണം എനിക്ക് സെൽഫ് ലവ് നേരത്തെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫാമിലി, അമ്മ, കൊച്ച്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടുകാർ, അങ്ങനെയായിരുന്നു. എനിക്ക് ഞാൻ ഭയങ്കര ബോണ്ടിങ് കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമല്ല, എനിക്ക് അവരെനിക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ അവരുടെ ആ വലയത്തിലാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ആയിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ഒരാളെ കൊണ്ട് നല്ലതെന്ന് പറയിപ്പിച്ച് ആരും നമ്മളെപ്പറ്റി ചിലപ്പം കൂടെ നല്ലതെന്ന് പറയില്ലായിരിക്കും, മാറിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ അതൊന്നും ബോധേടല്ല. ഇപ്പോൾ എന്നെപ്പറ്റി ആരെന്ത് പറഞ്ഞാലും നെവർ മൈൻഡ്. ഇപ്പം ഞാൻ അങ്ങനെ അതെ, പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് ആരെങ്കിലും എന്നെപ്പറ്റി ഒരു നെഗറ്റീവ് കമൻസ് പറഞ്ഞാൽ പോലും അയ്യോ ഞാൻ വീട്ടിലിരുന്ന് കരയും.
അത് മോൾക്കറിയാം, അവൾക്കറിയാം. ഞാൻ വീട്ടിലിരുന്ന് കരയുകയും വിഷമിക്കുകയും അയ്യോ അവരെന്നെ പറ്റി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഇല്ല. ഞാൻ ആരെ ബോധിപ്പിക്കണ്ടേ? ഞാൻ ആരെയും ബോധിപ്പിക്കണ്ടേ? എനിക്ക് എന്നെ ബോധിപ്പിച്ചാൽ മതി, എൻ്റെ മോളെ ബോധിപ്പിച്ചാൽ മതി, എൻ്റെ റിലേറ്റീവ്സിനെ എനിക്ക് ബോധിപ്പിച്ചാൽ മതി. ബാക്കി എനിക്ക് എന്താ പറയുക, എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ നല്ലതെന്ന് പറയിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പം നല്ലതാണെന്ന് അറിഞ്ഞാൽ പോലും അവർ ചീത്തയെന്ന് പറയുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ഫീൽഡ് ഇതൊക്കെയാണ്. അതെ. പിന്നെ ഞാൻ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതുള്ളൂ. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ദൈവം ഉയർച്ചയെ തന്നിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. സത്യമാണ്. ഈ ഒരു തീരുമാനം സ്ട്രോങ് എടുക്കാൻ കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ട്. ചിലർക്ക് ഈ സൊസൈറ്റിന്റെ കാര്യം ആളുകൾ എന്ത് പറയും എന്ന് ഓർത്തിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ ഇത് ഈ പറയുമ്പോൾ പലർക്കും അതൊരു മോട്ടിവേഷൻ ആവട്ടെ, പലരുടെ ലൈഫിൽ നോ അല്ല, നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മളായിട്ട് ജീവിച്ച് നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതുള്ളൂ. കാരണം ഞാനും അങ്ങനെ നോക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാനിങ്ങനെ മാറിയത്. ഇപ്പം ചിലർ പറയും ചില ഡ്രസ്സ് ഇടുമ്പോൾ അങ്ങനെ, ഇപ്പം ചെറിയൊരു എക്സാമ്പിളാണ്, ചില ഡ്രസ്സ് ഇടുമ്പോൾ അല്ലെങ്കിൽ എന്താ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ വയറ് കാണുന്നു അങ്ങനെ, അതൊന്നും ഞാൻ ബോധമല്ല. അതെൻ്റെ ഇഷ്ടമാണ്. എനിക്ക് ഏത് രീതിയിലുള്ള ഡ്രസ്സിങ്സ് ആവണം, എനിക്ക് എങ്ങനെ ആവണം എന്നുള്ളത് അതെൻ്റെ ഇഷ്ടമാണ്. സത്യമാണ്. ശരിക്കും ചേച്ചിയുടെ സപ്പോർട്ട് പറയുന്ന അമ്മയും മോളും ആണ്. അതെ അതെ. അല്ല, എന്നോട് എൻ്റെ മമ്മി ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ സൊസൈറ്റി കുറച്ചുകൂടെ എന്താ പറയുക ഫ്രീ മൈൻഡഡ് ആണ് അല്ല. മമ്മി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ജീവിച്ച സമയത്ത് ഇതിലും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സ്ട്രഗിൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഗോസിപ്സ് ഒക്കെ കൂടുതൽ, നമ്മുടെ ഇപ്പോഴത്തെ ഇതിനനുസരിച്ച് ഗോസിപ്സ് ഒക്കെ കൂടുതലായിരുന്നു. ആ ഒരു ടൈമിൽ എന്നെ കൊണ്ട് മമ്മി ഇവിടം വരെ എത്തിയിട്ടുണ്ട്. മമ്മി എപ്പോഴും, ഞാൻ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴാട്ടോ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ ഞാൻ ഇത്രയും ബോൾഡായിട്ട്, അതുകൂടെ പറയണമല്ലോ. അതെ, കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പം അതിനു മുമ്പ് വരെ ഞാനിങ്ങനെ അവരെന്നെക്കുറിച്ച് അത് പറയുന്നു, അല്ലെങ്കിൽ അവരെൻ്റെ കൂടെ നടന്നിട്ട് ഇങ്ങനെ പറയുന്നു എന്നൊക്കെയുള്ള എനിക്ക് കുറച്ച്, അതായത് ഞാനിപ്പോൾ ഈ ഫ്ലാറ്റിൽ താമസിക്കുമ്പം ഈ ഫ്ലാറ്റിൽ തന്നെ എനിക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ട്. നെഗറ്റീവ് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നവർ അപ്പുറത്ത് വശത്ത് പോയി കളിച്ചു എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ ഇന്നുവരെ അവരോട് ചോദിച്ചിട്ടില്ല. ഞാൻ അവരുടെ അടുത്തുനിന്ന് ബാക്ക് വലിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവരെനിക്ക് എതിരെ നന്നായിട്ട്, നമുക്കെതിരെ നന്നായിട്ട് നെഗറ്റീവ്സ് ഇവിടെ തന്നെ ഈ ഫ്ലാറ്റിൽ തന്നെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ തന്നെ എന്താ പറയുക, പറയത്തില്ലാത്ത കാര്യങ്ങൾ എന്നുവെച്ചാൽ അവർ പറഞ്ഞ സംഭവങ്ങൾ നമ്മുടെ തലയിലേക്ക് വെക്കുന്ന അങ്ങനെയുള്ള, അതായത് അവർക്ക് വേറെ പണികളില്ല, അതാണ് പണിയില്ല. എന്റർടൈൻമെന്റ് ഇത് തന്നെയാണ് എന്റർടൈൻമെന്റ്. അതുകൊണ്ട് പക്ഷെ അത് അറിഞ്ഞിട്ടും നമ്മളിവിടെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് സൈലന്റ് ആയിട്ട് മാറിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് എന്താ പറയുക, നല്ല ഹെൽത്ത് ഇഷ്യൂസ് വരെ വന്നിട്ടുണ്ട്. വെച്ചാൽ അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ മനസ്സിലാക്കിയ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മിത ചേച്ചി, രാജേഷ് ചേട്ടൻ, റെജ, ഷിഹാബുക്ക, മഞ്ജു, സുന്ദർ, അങ്ങനെ ഒരു സോം, പ്രതിക, അങ്ങനെ ഒരു 3-4 ഫാമിലീസ് ഉണ്ട്. അവരിപ്പോഴും എന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ആ ഒരു, എനിക്ക് എന്തൊരു ഒരു പ്രശ്നം വന്നാൽ അവർ അതിനകത്ത് സൊല്യൂഷൻസ് പറഞ്ഞു തരികയും കണ്ടെത്തുകയും അവരത് സംസാരിച്ച് ക്ലിയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഭയങ്കര ഒരു ആശ്വാസമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വരെ ഞാൻ അവരുടെ അടുത്ത് പോയിരുന്ന് കരയും, വിഷമിക്കും, അവരോട് പറയും, മമ്മിയോട് പറയും. അപ്പം മമ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു മമ്മി എന്നെ കൊണ്ട് ചെറുപ്പത്തിൽ ജീവിച്ച കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഞാൻ അത്രയും ബോൾഡ്. എന്തിനാ നീ, ആരുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട. മമ്മിയുടെ ഒരു മൈൻഡ് അതാണ്, ആരുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട, നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക. പറയുന്നവർ പറയും. അതെ, അവര് സമയം കഴിയുമ്പോഴത്തേക്ക് അവര്. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ, പ്രിയ ചേച്ചി, സജന, ലച്ചു, എൻ്റെ മൃദുല, റേജൻ, അവരെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്താന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ അവരാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. കാരണം ഞങ്ങൾ അത്രയും ഭയങ്കര കൂട്ടാ. ഞങ്ങൾ ട്രിപ്പ് വരെ പോയി കേട്ടോ, മൂന്നാർ. ഞങ്ങള് 2 ദിവസത്തേക്ക് പോയ ട്രിപ്പാണ്. 8 ദിവസം കഴിഞ്ഞിട്ടാണ് എല്ലാരും തിരിച്ചു വന്നത്. ഭയങ്കര അടിച്ചുപൊളിയായിരുന്നു ഞങ്ങളുടെ ട്രിപ്പും. ഇതെല്ലാം കണ്ടിട്ട് ആർക്കല്ലോ പല ആർട്ടിസ്റ്റുകളും വിളിച്ചു പറഞ്ഞു, അയ്യോ നിങ്ങൾ ഇത്രയ്ക്ക് ബോണ്ടായോ, നിങ്ങൾ ഇത്രയ്ക്ക്, അയ്യോ നിങ്ങളെല്ലാരും കൂടെ ഇങ്ങനെ ഇത്രയും കൂട്ടായേ. ഞങ്ങൾക്ക് എല്ലാവർക്കും അസൂയ വരുന്നു. അതായത് പല സെറ്റുകളിലും ഇല്ലാത്തൊരു സംഭവമാണ് ഞങ്ങളുടെ ഇടയിൽ വന്നത്. അപ്പൊ എല്ലാരും പറയാം, ഓ ഞങ്ങളുടെ സെറ്റിലും ഇങ്ങനെയൊക്കെ ആയാൽ മതിയായിരുന്നു. പല ആർട്ടിസ്റ്റുകളും വിളിച്ചിട്ട്, അയ്യോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു, കാരണം എല്ലാവരും പല ഇമോഷണലി എല്ലാവരും വീക്കാണ്. പല പ്രശ്നങ്ങൾ എല്ലാവരുടെയും ചുറ്റിനും, എല്ലാവരുടെ മനുഷ്യർക്കും ഉണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ചെല്ലുന്ന ജോലി സ്ഥലത്ത് അങ്ങനെ ഒരു
സ്നേഹം, ഇഷ്ടം, ബോണ്ടിങ് ഒക്കെ വരിക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. അവിടെയാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. കണ്ണു വെക്കാതിരിക്കും. അയ്യോ, ഞങ്ങൾ പറയാം, ഞങ്ങൾ പ്രാർത്ഥിക്കുക, കണ്ണ് വയ്ക്കല്ലേ. ഞങ്ങളിപ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കുന്ന ഒരു, എല്ലാ ദിവസവും ഞങ്ങൾ വിളിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും, അതായത് സീരിയൽ കഴിഞ്ഞാൽ പോലും പോവല്ലേ എന്നാണ്. എല്ലാവരും മൃദുലയാണെങ്കിലും റീജനാണെങ്കിലും എല്ലാവരും ഞങ്ങൾ ഭയങ്കര വൈബ. അതാ ഞങ്ങൾ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ 9 മണി കഴിഞ്ഞിട്ടാണെങ്കിലും പോയി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ജില്ല് ചെയ്യും. അങ്ങനെയാണ്. അതാണ് വേണ്ടത്. ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ജീവിക്കാനൊരു സുഖം ഉണ്ടാവും. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ, ഔട്ട്ഡോർ ഒക്കെ ആയിരിക്കുമ്പോൾ മഴയൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ അപ്പൊ തന്നെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത്. ഇപ്പോഴും ഇവര് കോളേജ് പിള്ളേരാട്ടോ. ഇപ്പൊ ഈ ഒരു റുട്ടീൻ പറയാനാണെങ്കിൽ, അപ്പൊ ഒരു ഫ്രീ ടൈം ഒക്കെ ഇരിക്കുമ്പോൾ ഞാൻ അമ്മേനെയും കണ്ടു ചേച്ചിനെയും കണ്ടു ഇത്രയും യങ് ആയിട്ടിരിക്കുന്നതിന്റെ റീസൺ എന്നോട് ഇന്റർവ്യൂ എടുക്ക് പറയണമെന്ന് വെച്ചു. ഞങ്ങള് ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ ഞാൻ ഇരുന്ന് ഇവരെ പുകഴ്ത്തായിരുന്നു. ഇത്രയും സുന്ദരിയായിരിക്കുന്നതിന്റെ ഒരു റുട്ടീൻ എങ്ങനെയാ? ഒന്നുമില്ല, സത്യം പറയാലോ, ഒന്നുമില്ല. അല്ല, സത്യമായിട്ടൊന്നുമില്ല. ഒന്നുമില്ലേ? അതായത് ഞാൻ വണ്ണം കുറച്ചു. അത് എനിക്ക് കുറച്ച്, ഞാൻ പറഞ്ഞില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോഴത്തേക്കും ഞാനൊരു ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്താണ് പോയത്. അങ്ങനെ പുള്ളിക്കാരി ഒരു ഡയറ്റീഷ്യനും കൂടിയാണ്. പുള്ളിക്കാരി പറഞ്ഞു തന്ന കുറച്ച് ഡയറ്റ് ചാർട്ടും കാര്യങ്ങളും, പിന്നെ രാവിലെ 1 മണിക്കൂർ നടക്കും, വൈകുന്നേരം 1 മണിക്കൂർ നടക്കും, അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു എൻ്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എൻ്റെ വിഷമങ്ങളും എൻ്റെ സങ്കടങ്ങളും എല്ലാം ആണെന്ന് തോന്നുന്നു. സത്യം. ഞാൻ ഇത് അവളോട് ചോദിച്ചു, ഞാൻ പുറത്ത് ലുലുവിലൊക്കെ പോകുമ്പോൾ ഇവൾ എന്നെ വഴക്ക് പറഞ്ഞിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് പോലും ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒന്നും നോക്കത്തില്ല. ചിലപ്പോൾ ഡ്രസ്സ് പോലും അയൺ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ അങ്ങ് പോകുന്നതാണ്. ഈ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞ ദൈവമേ അതൊന്നുമില്ല. ഞങ്ങൾ ഒരുങ്ങി നടന്നത് സൂപ്പറാവും, ഒരുങ്ങി നടന്നില്ലെങ്കിൽ പോയി എന്നൊക്കെ. ഇല്ല, ഞാൻ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ. പിന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ എൻ്റെ കേളി ഹെയർ ആയിരുന്നു. അപ്പം ഞാൻ ഹെയർ ട്രീറ്റ്മെന്റ് സ്മൂത്തനിങ് ചെയ്യും, അല്ലെങ്കിൽ കെരാട്ടിൻ ചെയ്യും. പിന്നെ വല്ലപ്പോഴും ക്ലീനപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ വാക്സ് ചെയ്യും. അതെ, സിമ്പിൾ. വല്ലപ്പോഴും എന്നൊക്കെ. ഇനി എന്താ അല്ല, എനിക്ക് ഇപ്പം എനിക്ക് വരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് വരെ അറിയാം. അവര് പറഞ്ഞിട്ടാ ചിലപ്പോ ഞാൻ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് വരുന്ന അഞ്ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, പുള്ളിക്കാരിയാണ് കൂടുതലും എൻ്റെ കൂടെ തന്നെ ഇപ്പോഴും ഉള്ളത്. പുള്ളിക്കാരി ബ്യൂട്ടീഷ്യനും കൂടിയാണ്. അപ്പൊ പുള്ളിക്കാരിയുടെ അടുത്ത് പോയിട്ടാണ്, പുള്ളിക്കാരി നിർബന്ധിച്ചിട്ടാണ് ഞാൻ പോയി ചെയ്തതൊക്കെ. അല്ലാതെ എനിക്കങ്ങനെ ഇപ്പൊ എന്താണ് ഒരു ഡ്രീം എന്ന് ചോദിച്ചാ എന്തായിരിക്കും പറയാ? എനിക്കങ്ങനെ വലിയ ഡ്രീമൊന്നുമില്ല. അങ്ങനെയല്ല, എനിക്കിപ്പോൾ ഈ പോകുന്ന പോലെ തന്നെ നല്ല നല്ല പ്രൊജക്റ്റുകൾ കിട്ടി ഒരുപാട് സീരിയൽ ചെയ്യണം എന്ന്, ഇനിയും നല്ല നല്ല സീരിയലുകൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലെ നല്ല നല്ല സീരിയലുകളൊക്കെ ചെയ്ത്, എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോള് നന്നായിട്ട് ഒരു ലെവലിലെത്തി നന്നായിട്ട് സെറ്റിൽഡ് ആയി കാണണം. അത്രേ ഉള്ളൂ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. അതാണ്, അവള് സെറ്റിൽഡ് ആയി കാണണം, അത്രേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രോജക്റ്റുകളെല്ലാം എന്താ പറയാ, എല്ലാ ചാനലിലെ സാറുമാരും എല്ലാരും എന്താ പറയാ കനിയുവാണെങ്കിൽ നല്ല നല്ല പ്രോജക്റ്റുകൾ ചെയ്ത് മുന്നോട്ട് പോകണം. ചേച്ചിന്റെ ഈ ഇത്രയും വർഷക്കാലത്ത് ചേച്ചി പഠിച്ചൊരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എന്തായിരിക്കും പറയാ? അതാ പറഞ്ഞ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇത്രയും നാളും പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൂടുതൽ വിശ്വസിക്കാതിരിക്കുക, കാരണം അവരുടെ അഡിക്റ്റഡ് ആവാതിരിക്കുക, അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചേക്കുന്നത്, വേറെ ഒന്നുമല്ല. ഒരാളിൽ നിന്നല്ല, നമ്മൾ ആരെയും കൂടുതൽ ഡിപ്പെൻഡ് ആവാണ്ടിരിക്കുക, അഡിക്റ്റഡ് ആവാണ്ടിരിക്കുക. അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചത്. പിന്നെ കൂടുതൽ ഇപ്പം ഫ്രണ്ട്ഷിപ്പിനാണെങ്കിലും ഞാൻ വാല്യൂ കൊടുക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഈ ഫ്രണ്ട് സർക്കിള് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും പല രീതിയിൽ പണിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൽ നിന്ന് തന്നെ എനിക്ക് പണി കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഇനി അങ്ങനെ വരല്ലേ എന്ന് മാത്രമാണ് ഞാൻ ലൈഫിൽ ഇനി മുന്നോട്ട് ആഗ്രഹിക്കുകയും. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നാണെന്നറിയോ, ചിലപ്പോൾ ചെറിയൊരു പേടിയും കൂടി ഉണ്ട്. ഒരാളോട് അടുത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ട്, കാരണം നമുക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതാ പറഞ്ഞേ, കൂടുതൽ ആരെയും, ഞാൻ എൻ്റെ മോളോടും പറയുന്ന കാര്യമുണ്ട്, ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്, ആളുടെ അഡിക്റ്റഡ് ആവരുത്. സത്യം, അതാണ് എൻ്റെ ലൈഫിൽ നിന്ന്. ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്താണല്ലോ ഷൂട്ട് കാര്യങ്ങളൊക്കെ, അപ്പൊ എങ്ങനെ എപ്പോഴും പോയിട്ട് എത്ര ദിവസം ഉണ്ടാവും? 1 to 15 ആണ് ഷെഡ്യൂള്, എല്ലാ മന്തും 1 മുതൽ 15 വരെ.
ഷൂട്ട്. ബാക്കി ദിവസം ഫ്രീ. അതില് ഒരു 8 ദിവസം 7 ദിവസം ഒക്കെ ഉണ്ടാവും നമുക്ക്. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഈ സീരിയൽ ഗവൺമെന്റ് ജോലി പോലെയാണ് ഇതൊക്കെ. ശരിയാണോ? എന്നുവെച്ചാ എന്തെനിക്ക് മനസ്സിലായി, ഒരു ഗവൺമെന്റ് ജോലി പോലെയാണ് ശരിക്കും. അങ്ങനെയല്ല, നമുക്ക് എല്ലാ മാസം വർക്ക് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് എല്ലാ മാസം സാലറി ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ഉദ്ദേശിക്കണേ. ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന സെറ്റ്. പക്ഷെ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് 5 മണി വരെയൊക്കെ ഇല്ലല്ലോ. ഞങ്ങള് 9 മണി വരെയൊക്കെ 8 മണി 8:30 9 മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്നവരാ. ശരിയാ. നൈറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ചിലപ്പോ നൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കേണ്ടി വരും. ഇപ്പൊ ഇങ്ങനെ സെറ്റ് ഇട്ടിട്ടാണ് ഇപ്പത്തെ. ഞങ്ങളുടെ ഇഷ്ടം മാത്രം സീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റിന്റെ സ്റ്റോറി കാണിക്കുന്നത്. അപ്പം സാർ അവിടെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ സെറ്റ് ഇട്ടേക്കുക, ഫ്ലാറ്റിന്റെ ഇന്റീരിയർ മൊത്തം കാണിക്കുന്ന ഒരു സെറ്റ് ഇട്ട ഒരു ഇതായിട്ട്. പൊതുവെ എങ്ങനെ നമ്മൾ വിഷ്വലി അത് കാണുമ്പോൾ അങ്ങനെ പറയുന്നില്ല, നല്ല ഇതല്ലേ, ഭംഗിയല്ലേ. രസമായിരിക്കും സെറ്റിലൊക്കെ പോയി ഷൂട്ട് ചെയ്യുന്നതൊക്കെ. എപ്പോഴും ചേച്ചിന്റെ ഇന്റർവ്യൂവിന്റെ സമയത്ത് അമ്മേനെ കുറിച്ചും മകളെ കുറിച്ചൊക്കെ വരും. അപ്പൊ എനിക്ക് അവർ രണ്ടുപേരും കൂടി ഒന്ന് ആഡ് ചെയ്യണമെന്നുണ്ട്. കൂട്ടാവോ? മോളെ കൂട്ടാൻ മമ്മി എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ വന്നിരിക്കോ എന്നുള്ളതാണ്. നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻറ്റിയുടെ ഫുൾ ഫാമിലി. ഒരാളുണ്ട് പുറകിൽ വിളിച്ചിരിക്കുകയാണ്, ഇടക്ക് തലപൊക്കും. ഇത് ഇയാളുടെ പേര് ചിക്കു, എന്റെ പേര് ചിക്കു. അതെ. ഇവിടെ ഇപ്പൊ എന്ത് വിളിച്ചാലും രണ്ട് ചിക്കുമാരും കൂടെ നോക്കും. അപ്പൊ നിങ്ങളാണ് എപ്പോഴും ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുകയാണെങ്കിൽ 2 പേരെ കുറിച്ച് പറയാറുണ്ട്. ശരിക്കും ഈ നമ്മുടെ ഈ കാണുന്ന ആൻറ്റി തന്നെയാണോ അനിമ? അന്നമ്മ ശരിക്കും ഇങ്ങനെയാണോ? അതെ, ഇതൊക്കെ തന്നെ നല്ല കുട്ടിയാണ്. അല്ല, വഴക്കുണ്ടാക്കി അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മള് ദേഷ്യം കാണിക്കാൻ പറ്റുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത്, നമ്മുടെ മോളുടെ അടുത്തൊക്കെ കാണിക്കാൻ പറ്റും. പുറത്തേന്ന് ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും. എനിക്ക് തോന്നുന്നു ചേച്ചി ജനിച്ചോട്ട് കാണുന്ന ഒരാളാ, മകൾ ഉണ്ടായതിനു ശേഷം കാണുന്ന ഒരാളാ. അപ്പൊ ഈ നിങ്ങളിൽ ആരാണ് മകളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയതെന്ന് എനിക്കറിയണം. നീയാനെ മനസ്സിലാക്കിയത്? എന്നെ നീയാണോ മമ്മിയാണോ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയെന്ന് പറ. മനസ്സിലാക്കിയത് അത് വിട്ടുകൊടുക്കില്ല. എന്റെ മോളുടെ കാര്യം ഞാനൊക്കെ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് നീ മനസ്സിലാക്കിയിട്ടുണ്ട് അമ്മേനെ കുറിച്ച്? ഉണ്ട്. അമ്മേനെ കുറിച്ച് എന്താ മനസ്സിലാക്കിയില്ലേ? അമ്മ എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ഞങ്ങള് കാണുന്ന, അല്ലെങ്കിൽ ഞങ്ങള് സീരിയലിൽ കാണുന്ന, അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ കാണുന്ന ഒരാളുണ്ട്, അല്ലാതെ നിങ്ങളുടെ ഫാമിലി അറിയുന്ന ഒരാളുണ്ട്. ശരിക്കും എങ്ങനെയാ അമ്മ? പാവാണ്. അത് ഞങ്ങക്ക് മനസ്സിലായി, പാവാണ്. സൂപ്പർ. എങ്ങനെയാന്നുള്ളത് അമ്മ എങ്ങനെയാ? ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മയാണോ? അല്ല, ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നല്ല ആവശ്യത്തിനുള്ള ഫ്രീഡം ഒക്കെ തരും. നല്ല അമ്മയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ അമ്മ. അതൊക്കെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് എനിക്ക്. അതിൽ തന്നെ ഉണ്ട്. ഇവിടെ ഇവര് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഞങ്ങള് കൂട്ടുകാരെ പോലെ അതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും കാണാതിരിക്കാൻ പറ്റിയല്ല, അങ്ങനെ ഒരു ഇതുണ്ട്. പറഞ്ഞല്ലോ, പറഞ്ഞായിരുന്നല്ലേ, എവിടെ പോയാലും ഫോണിൽ കൂടെ എങ്കിലും ശബ്ദം കേൾക്കണം. വിളിച്ചില്ലെങ്കിൽ അതിനും പരാതി. അവന്റെ വിളിക്കാത്ത നീ മറ്റുള്ളവരെല്ലാരും വിളിക്കുക, എന്നെ മാത്രം വിളിക്കത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ആകപ്പെടെയും മമ്മിക്കും പോസസീവ്നെസ് ഒക്കെ ഉണ്ട്. മമ്മിയുടെ സിസ്റ്റേഴ്സിനെ വിളിച്ചാൽ പോലും, ഇത് ആന്റിമാര് കേൾക്കണം കേട്ടോ, മമ്മിയുടെ സിസ്റ്റേഴ്സിനെ വിളിച്ചാൽ പോലും എന്നെ വിളിക്കാതെ അവരെയൊക്കെ എന്തിനാ വിളിച്ചത്? അതിലില്ല. പിന്നെ ഇവളെ കൊച്ചുമോളോട് പ്രത്യേകം ഉണ്ട്, അവളോടും ഉണ്ട്. അപ്പൊ ഇവക്കുണ്ട്. അല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ അറിയോ, ഞാൻ വഴക്ക് പറയുമ്പോ, ഞാൻ എന്തെങ്കിലും അങ്ങനെ വഴക്ക് പറയാറില്ല, വഴക്ക് പറയുമ്പോ എന്തെങ്കിലും മമ്മി ഏറ്റവും. ഞാൻ ഇപ്പൊ ചേച്ചിയെ കുറിച്ചുള്ള ഒരു ചോദ്യം ചോദിക്കും. അത് ചോദിക്കുന്ന സമയത്ത് 2 പേരും അവരവരുടെ പേരില്ലേ അത് പറഞ്ഞിട്ട് കൈവക്കണം. ഫസ്റ്റ് പേരോ? മമ്മിയുടെ പേര് പെട്ടെന്ന് മമ്മിയുടെ പേര് വിളിച്ചിട്ട് കൈവക്കണം, അല്ലെങ്കിൽ ആദ്യം കൈവക്കിയാൽ മതി. ഓക്കെ, റെഡി? മനസ്സിലായില്ല, മനസ്സിലാവുന്നില്ല. അല്ലല്ല, മമ്മിയുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു കോമൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം മമ്മിക്ക് ഉത്തരം അറിയാമെങ്കിൽ കൈ വെക്കണം. പണ്ടത്തെ നമ്മുടെ മറ്റേ എന്താ പറയാ, അതിനെന്താ പറയുന്നത്, ഞാൻ ഫസ്റ്റ് പറയാം സംഭവം ആണെങ്കിൽ പേര് പറയണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. കൈവക്കാം. ഓക്കെ, ശരി.
കളത്തിൽ കളിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞതല്ലേ എനിക്കറിയാവുന്ന ചോദിക്കളെ. അറിയാവുന്ന ചോദ്യം ചോദിക്കാം. ഇതറിയാവുന്ന ചോദ്യം. ആദ്യത്തെ, ആൻമരി ചേച്ചിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. 85. ഒക്ടോബർ 12 ഞാനാ കൈവയ്ക്കാം. കൈവക്കുന്നത് ഇവിടെയാ. ഞാൻ കൈവക്കില്ല, കൈവക്കാൻ മറന്നു. 12 ഒക്ടോബർ 1985. ആണോ? അയ്യോ എന്റെ പ്രായം ഇതിനകത്ത് അതല്ല കറക്റ്റ്. 12/10/1985. പക്ഷെ എന്റെ പ്രായം ദൈവമേ നാട്ടുകാർ അറിഞ്ഞു. എന്തിനാണ് നീ ഈ കോസ്റ്റ്യൂം കൊണ്ട് വന്നത്? ചിക്കോ ഞാൻ കേട്ടിരിക്കും. പക്ഷെ കറക്റ്റ്. അപ്പൊ ഒരു പോയിന്റ് ആയിട്ടോ. അപ്പൊ ഇനി കൈ വെക്കണം കേട്ടോ. മമ്മിക്ക് അറിയാം. കൈ വെക്കണം. അല്ല ഞാൻ അത് പറഞ്ഞു കൊടുത്തില്ല. മമ്മി കോസ്റ്റ്യൂം ചോദിച്ചപ്പോഴല്ലോ എനിക്കറിയാം. അല്ല ഞാൻ ഇത്രയും പ്രായമായില്ല, അപ്പൊ ഇച്ചിരിയൊക്കെ ഇത് ഓർമ്മക്കാർക്ക് ഇച്ചിരി വരും. പറ്റില്ല, കൈ പൊക്കിയാലേ. ഒരു പോയിന്റ് ഇവിടെ. അത് കൊടുത്തു. ഞങ്ങള് പാലക്കാരായതുകൊണ്ട് ഞങ്ങള് തന്നെ വിൻ ചെയ്യും. അടുത്തത് ആൻമരി ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്. അയ്യോ അത് നിയമോളായിരിക്കുന്നു എനിക്ക് തോന്നുന്നു. പണ്ടത്തെ ആണെങ്കിൽ ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ കുറെ പേരുണ്ടായിരുന്നു, നൈനു, ജെനി. അല്ല ഇപ്പോഴത്തെ ആണെങ്കിൽ ഇപ്പോഴത്തെ ആണോ ചോദിക്കുന്നത്? ലൈക്ക് സജന ആന്റി അവരൊക്കെ ഉണ്ട്, പ്രിയ ആന്റി അവരൊക്കെ ഉണ്ട്. പിന്നെ മമ്മിയുടെ പേര്. മമ്മിക്ക് അങ്ങനെ ഫ്രണ്ട്സിന്റെ പേര് അത് നിയമോളാന്ന് ഞാൻ അല്ല മമ്മി പറഞ്ഞു അവളുടെ ബെസ്റ്റ് പേര് പറഞ്ഞു. ശരിയാ. കൈ പൊക്കണം. കൈ വെക്കല്ല. എന്തിനാ കൈ വെക്കുന്നത്? പൊക്കണോ? എല്ലാരും കാര്യമല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോരുത്തരോട് ചോദിക്കാം. അപ്പൊ അവർക്ക് ഫ്രീ ആയിട്ട് പറയാൻ പറ്റുമോ? ശരി. ഇനി ആ കളിയില്ല കൈ വെക്കണ്ട. ശരി, പാസിംഗ് മതി. ശരി. ആൻമരി ചേച്ചിയുടെ ഫേവറേറ്റ് കളർ മമ്മി പറ. കളർ വൈറ്റ് അല്ലേ? അല്ല പറഞ്ഞു കൊടുക്കില്ലേ? കളറ് പിങ്ക്. പിങ്ക് ഇഷ്ടമാണ്, ഫേവറേറ്റ് അല്ല. പിങ്ക് ഇഷ്ടമാണ്. മമ്മി പറഞ്ഞ കറക്റ്റാണ്, പിങ്ക് ഇഷ്ടമാണ്. ഓക്കെ, ഇവിടെ ബ്ലാക്ക്. യെസ്, ബ്ലാക്ക് സാരി. ഇവർക്ക് ആദ്യം പിങ്ക് ആയിരുന്നു. ഇപ്പൊ ബ്ലാക്ക് ആയി. ചോദിക്കണ്ടേ? പറഞ്ഞു തരില്ലേ? അല്ല പിങ്ക് എന്ന് പറഞ്ഞ ആദ്യം ഇഷ്ടത്തെ മമ്മിക്ക് ഒരു പോയിന്റ്. ഓക്കെ, മോളോടാണ്. മമ്മിയുടെ ഫേവറേറ്റ് ഫുഡ്. ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ മമ്മി. ഒന്നും കഴിക്കില്ല, മടിയാണ് കഴിക്കാൻ. അങ്ങനെയുള്ള ആളാണ്. ടീ ലവർ, കോഫി ലവർ ഒക്കെയാണ്. അങ്ങനെയാണ്. നമ്മൾ നിർബന്ധിക്കണം. എങ്ങനെയാണെങ്കിലും ഒരു ഫുഡ്. ആദ്യത്തെ പുഡിങ്, ഐസ്ക്രീം, അതൊക്കെ ഇഷ്ടമാണ്. അതായത് മമ്മി പറയുന്നത് ചെറുപ്പത്തില് എനിക്ക് ഐസ്ക്രീം, പുഡിങ്, ഫ്രൂട്ട് സലാഡ്, പിന്നെ മധുരമുള്ള സാധനങ്ങളോടൊക്കെ. ഇപ്പൊ അങ്ങനെ എനിക്ക് ഇപ്പൊ അങ്ങനെ ഇല്ല. പിന്നെ നമ്മളിപ്പോ ഡയറ്റ് ഒക്കെ നോക്കുന്നതുകൊണ്ടും മധുരത്തിനോട്. പക്ഷെ എന്നാലും ഐസ്ക്രീം ഇപ്പോഴും ഇഷ്ടമാണ്. പുറത്തത്തെ ഫുഡിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം വീട്ടിലെ ഫുഡ്. വീട്ടിലെ ഫുഡാണ്. അങ്ങനെയാണെങ്കിൽ മമ്മീനോട് ചോദിക്കാം, വീട്ടിൽ ഉണ്ടാക്കുന്നതില് ആൻമരി ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ്. ചിക്കനും ചോറും. ചിക്കനും ചോറും. മീനും ചോറാണോ? അല്ല, മീൻ വറക്കുന്ന ഇഷ്ടം, ചിക്കനും വറക്കുന്ന ഇഷ്ടം, ഫ്രൈ ഐറ്റംസ് ആണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, മമ്മിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം. ഈ കാര്യം ചെയ്യുമ്പോ ഭയങ്കര ദേഷ്യം വരും. ഒട്ടും ഇഷ്ടമില്ല. അങ്ങനെ ക്ലൂ കൊടുക്കരുത്. എന്തായിരിക്കും? അല്ലെങ്കിൽ പാസ് ചെയ്യണം. നോക്കിയിരിക്കുമ്പോ ഞാൻ ഫോൺ നോക്കിയിരിക്കുമ്പോ അമ്മയ്ക്ക് ഭയങ്കര ഇറിറ്റേഷൻ. അല്ലാതെ പഠിക്കണം ഞാൻ പോയി പഠിക്കും. ശരി ശരി, എന്നെക്കാട്ടും കൂടുതൽ ടെൻഷൻ അമ്മയ്ക്കായിരിക്കും പഠിത്തത്തിന്റെ കാര്യത്തിൽ. അതന്നെ സെയിം. അത് തന്നെയാണോ? ശരിക്കും തന്നെയാണോ? അതാ ഒരു അവള് പറഞ്ഞ കറക്റ്റ് ആണ്. പക്ഷെ
വീട് എനിക്ക് അതുപോലെ നീറ്റ് ആയിരിക്കും. അത് ഞാൻ പറഞ്ഞു OCD പ്രശ്നമുള്ളതുകൊണ്ട് വീട് ഭയങ്കരമായിട്ട് പക്ഷെ അത് എന്നോട് പറയാറില്ല, അമ്മ സ്വയം പോയി ചെയ്യും. എന്നോട് ക്ലീൻ ചെയ്യാൻ വെക്കാൻ പറയുമ്പോ ഞാൻ അവിടെ തന്നെ ഇരിക്കും, പക്ഷെ അമ്മ തന്നെ പോയി ചെയ്യും. അതാ പറഞ്ഞ ഞാൻ വീട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ എനിക്ക് കംപ്ലീറ്റ് ഭയങ്കര മോശമായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഞാൻ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി എന്തും. അത് അവള് പറഞ്ഞ അവിടെ പപ്പായും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പപ്പായ്ക്ക് അങ്ങനെ തന്നെ നീറ്റായിട്ട് അത് ഇത് കിടക്കണം. പപ്പയ്ക്ക് അങ്ങനെ തന്നെയായിരുന്നു. പപ്പയ്ക്ക് പണ്ട് നമ്മള് വീടും പരിസരവും അതെല്ലാം നീറ്റായിട്ട് പപ്പ തന്നെ ചിലപ്പോൾ മമ്മിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ. കുറെയൊക്കെ പപ്പ തന്നെ അടിച്ചു വരും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ പപ്പയ്ക്കുള്ള ഒരു സ്വഭാവമാണ് എനിക്കും. ഈ ഫ്ലോറിൽ വരുമ്പം ഈ തപ്പല് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അത് പപ്പയ്ക്കും ഉണ്ടായിരുന്നു. ആൻചേച്ചി ഒരു സ്ഥലത്ത് യാത്ര പോവാണ്, ഒരാളെ മാത്രം കൂട്ടാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആൻചേച്ചി യാത്ര പോകുമ്പോൾ കൂട്ടുന്ന ആളാരായിരിക്കും? മമ്മി കൂട്ടുന്ന ആൾ നിയമോളും. അതെ സന്തോഷം അതത്രല്ലേ ഉള്ളൂ. അതങ്ങനെയാ. വയ്യാത്തോണ്ട് നമ്മളെ കുട്ടിയല്ലേ. കാരണം മമ്മി നേരത്തെ എന്ന് പറയുമ്പോൾ മമ്മി എല്ലായിടത്തും വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ മമ്മിക്ക് അങ്ങനെ ഒത്തിരി ട്രാവലിംഗ് പറ്റത്തില്ല, അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. നിയ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എവിടെ പോയാലും മാക്സിമം അവളെ കൂട്ടാൻ പറ്റുന്നിടത്തെല്ലാം അവളെ കൂട്ടിയിട്ട് തന്നെ പോകുന്നത്. പിന്നെ ഇപ്പം നമ്മള് ലൊക്കേഷനിൽ പോകുമ്പോഴൊന്നും പറ്റത്തില്ല. പിന്നെ ഇപ്പം 10th കൂടെ ആണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് മാക്സിമം ഞാൻ. പക്ഷെ അതേസമയം ഞങ്ങളാണ് സിനിമ കാണാൻ പോകുന്നതും ലുലുവിൽ പോകുമ്പോഴും എല്ലാം ഞങ്ങൾ ഒരുമിച്ച്. മമ്മിക്ക് പറ്റത്തില്ല, കുറെ AC സംഭവങ്ങളൊക്കെ. പിന്നെ ലൊക്കേഷനിൽ പോകുമ്പം ഫ്രണ്ട്സ് ഉണ്ടല്ലോ, വേറെ കൂട്ടുകാരോ. പിന്നെ ഞങ്ങളുടെ പ്രിയ ചേച്ചി ഉണ്ട്, പ്രിയ ചേച്ചി ഉണ്ട്, സജനയുണ്ട്. ഇപ്പൊ മമ്മി സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഷെഡ്യൂളൊന്നും അങ്ങനെ വിളിച്ചില്ല. അവരെല്ലാരും ഉള്ള ഒരു ഇതില് ധൈര്യത്തിൽ അങ്ങനെ. പ്രിയ ചേച്ചി ഇവിടെ ഉണ്ടത് വൈറ്റിലല്ല, അപ്പൊ ഇവര് ഒന്നിച്ച് വരും, ഇടയ്ക്കൊക്കെ ഇവിടെ വരുമൊക്കെ ചെയ്യും. അവരെല്ലാരും വരുമല്ലോ, ലച്ചുവും അവരെല്ലാരും വരും. ഇപ്പം ഇന്നിപ്പോ രാവിലെ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്കും കൊച്ചുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ അതിനകത്ത് അഭിനയിക്കുന്ന മോളോട് ദുവ, അവള് വിളിച്ചപ്പോ ഭയങ്കര കരച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് നമുക്ക് കാണാന്ന് പറഞ്ഞോണ്ട്. ഓക്കെ, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ, പോണെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലം? ഇപ്പൊ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും സ്ഥലത്തെ കുറിച്ച് ചിലപ്പോ പറയായിരിക്കും, പോണെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. മമ്മിക്ക് അറിയാൻ ഞാൻ പോയിട്ടുണ്ട് തായ്ലാൻഡ്. ഇവര് പോയിട്ടില്ല. ബാലി പോണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ എനിക്ക് ഏറ്റവും പോയിരിക്കുന്ന ഏറ്റവും നല്ല ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ദുബായിക്ക് പോകുന്ന ഇഷ്ടം. ദുബായിക്ക് പോകുന്നത് ഭയങ്കര ഇഷ്ടം. കാരണം ഞാൻ പോയിട്ടുള്ളതും ആണ്, പക്ഷെ എനിക്ക് എപ്പോഴും പോവാൻ ആഗ്രഹമുള്ളതും. ഓക്കെ, അപ്പൊ രണ്ടുപേരും അമ്മേനെ കുറിച്ചും മകളെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അതെ കാണുന്നവർക്കറിയാം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത്. ബോണ്ടിങ് ഭയങ്കര രസമാണ്. അത് എല്ലാ വീടുകളിലും ഉണ്ടാവാൻ എല്ലാരും കൊതിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോ ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ അത് കണ്ടു വെക്കായിരിക്കും കേട്ടോ. മമ്മിക്ക് മകളെ കുറിച്ച് ഓർത്തിട്ട് പ്രൗഡ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ഉണ്ടോ ലൈഫില്? ഇനിയിപ്പം അവൾക്ക് ഒറ്റയ്ക്ക് തന്നെ ജീവിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ, കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ഇനിയും കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് മമ്മിയുടെ ആയുസ്സും ആരോഗ്യം. ദൈവത്തിന്റെ അനുഗ്രഹം കൂടെ വേണം. അത് ഞാൻ പ്രാർത്ഥനയും ദൈവവിശ്വാസവും എല്ലാം വേണം അല്ലേ? എന്നല്ലേ അതും കൂടെ ഉണ്ടാകണം. അങ്ങനെ കൊച്ചുമോളും ആയിട്ട് സന്തോഷമായിട്ട് പോകട്ടെ. അതാണ് ഞാൻ. ഇനിയിപ്പൊ ഞാന് എന്റെ നമ്മുടെയൊക്കെ കാര്യം ദൈവത്തിന്റെ ഇല്ല. അതിപ്പോ 100 കൊല്ലം സന്തോഷമില്ലേ? ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ അടുത്ത ഓണത്തിന് ഉണ്ടാവുക. അപ്പൊ ഞങ്ങൾ വെറുതെ ചുമ്മാ കൊതിപ്പിക്കല്ലേ. അയ്യോ ഇത് ആരും ട്രോൾ ചെയ്യല്ലായിരുന്നു. അല്ല ഞങ്ങളൊരു തമാശ പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെ ഇല്ലല്ലേ എല്ലാം ഇരിക്കുന്നത്. ഇപ്പൊ ചേച്ചി പറയുന്നത് അമ്മയാണ് ഭയങ്കര മോട്ടിവേഷൻ, അമ്മയാണ് ആ സ്ട്രോങ് ഒക്കെ മകൾക്ക് കൊടുത്തത്. അതൊക്കെ ദൈവം തന്ന ഒരു അനുഗ്രഹമാണ്. എല്ലാം മമ്മി ദൈവത്തിനാണ്. തീർച്ചയായിട്ടും ദൈവത്തിന് മുൻപന്തി സ്ഥാനം കൊടുക്കുള്ളൂ, അല്ലാതെ വേറെ ആർക്കും അല്ല.
ഇപ്പൊ മകളെ ഇപ്പൊ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഇപ്പൊ സീരിയലിൽ അഭിനയിക്കുന്ന ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട് മകൾക്ക്. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയാലും റീൽസ് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ അങ്ങ് മുകളിലെത്തിയല്ലോ. ഇനി മോളെ കുറിച്ച് ഒരു ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ഒരാഗ്രഹവും ഇല്ല. കൊച്ചിന്റെ നിയമയുടെ വിദ്യാഭ്യാസം പഠിത്തം അങ്ങനെ അതേ കുറിച്ചേ ഉള്ളൂ അവള്. അതെ അതെ കംപ്ലീറ്റ്ലി ഫോക്കസ് ഈ വീട്ടിൽ എല്ലാരും നീയാ. ചെറിയ കുട്ടിയായതുകൊണ്ട്. പക്ഷെ നല്ല കുട്ടിയാട്ടോ. മീൻസ് ഭയങ്കര അല്ല മമ്മിക്ക് അങ്ങനെ മമ്മി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മമ്മിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങൾ. കാരണം ദൈവം എന്ത് ദൈവത്തിന്റെ ഇഷ്ടം, ദൈവം എന്ത് തരുന്ന അത് മാത്രം. ഒത്തിരി കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ല. ദൈവം നമുക്ക് ആവശ്യത്തിന് തന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഞാൻ പറയില്ലേ ദൈവം എന്ന് പറഞ്ഞത് നമ്മൾ ശക്തി അറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ദൈവം എന്ന് പറഞ്ഞു വരുന്നത് പലരിലൂടെയാണ്, പല രൂപത്തിലാണ്, പല ആളുകളിലൂടെയാണ്. നമ്മളെ സഹായിച്ചു ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അവരോടൊക്കെ ഭയങ്കര ഇപ്പോഴും നന്ദിയും കടപ്പാടും ഒക്കെ ഉള്ള ആൾക്കാർ. നമ്മുടെ ലൈഫിൽ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് വന്നവരുണ്ട്, ഇപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്തവരുണ്ട്. ഇപ്പം മമ്മിയുടെ സർജറിയുടെ സമയത്താണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഓരോരുത്തരും നമുക്ക് എടുത്തു പറയണ്ടേ. ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നാൽ പോലും അവിടുത്തെ എന്താ വെച്ചാൽ ഞാനിപ്പോൾ റീനയിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഞാനൊന്ന് അവരുടെ എം ഡിയുടെ അടുത്തൊന്ന് വിളിച്ച് പറഞ്ഞാൽ പോലും അവരും നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും അങ്ങനെയാണ് നമുക്ക് ദൈവത്തെ അറിയുന്നത്. ഓരോ തരത്തിലായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നതേ. ഇപ്പം നമുക്ക് ഞാൻ പറയില്ലേ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചിലരുടെ പ്രാർത്ഥന ഉണ്ടാവും. ഇപ്പം നമുക്ക് കുറേ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ അറിയുന്നതുകൊണ്ട് അവരുടെ പ്രാർത്ഥന ഉണ്ടാവും. പിന്നെ നമ്മൾ എന്താ പറയുക നമ്മുടെ ചുറ്റിനുള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരിലൂടെയാണ്. പിന്നെ ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കരൺ ചേട്ടൻ പോലുള്ള നല്ല സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വഴിയാണ് എനിക്ക് പല ബന്ധങ്ങളും പല പല ഇതും എനിക്ക് വന്നിട്ടുള്ളത്. അവരൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മമ്മിയുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് റീനയിൽ അവരൊക്കെ പരിചയപ്പെടുത്തി തന്നത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ. അരുൺ ചേട്ടനും ഞാനും തമ്മിൽ അരുൺ ഗോപി വഴിയാണ് കരൺ ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ നസീർ സാറ് ആദ്യം അപ്പം അരുൺ ചേട്ടൻ്റെ ഒന്ന് വർക്കിൽ ഇപ്പം അരുൺ ചേട്ടൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ഞാൻ പറയട്ടെ. എന്നാൽ അരുൺ ഗോപി പുള്ളിക്കാരൻ ഒരു സീരിയൽ ചെയ്ത സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് പുള്ളി സിനിമയിലേക്ക് എത്തി. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം പുള്ളിക്കാരൻ പറയുന്നത് സിനിമ മോഹിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല. അരുൺ ചേട്ടന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ വന്ന അരുൺ ചേട്ടന് എനിക്ക് എപ്പോഴാണെങ്കിലും തരും എന്നുള്ളൊരു വിശ്വാസം. ഞങ്ങളുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാതെ വെച്ചാൽ സിനിമ അങ്ങനെയുള്ളൊരു ബന്ധമല്ല, പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ബന്ധമല്ല. പക്ഷെ അവരെല്ലാവരും എന്നെ പല രീതിയിലും ഞാൻ പറയില്ലേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും. നമ്മൾ തകർന്നു പോകുന്നു വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് പോലും നമുക്ക് ഇവരൊക്കെ തന്നെയുള്ളൂ. ഇപ്പൊ തന്നെയാണെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്ത് പറയും വിഷമിക്കണ്ട, ഞങ്ങൾ കൂടി ഉണ്ട്, അത് മതി നമുക്ക്, വേറെ ഒന്നല്ല. പിന്നെ എന്താ പറയാ എനിക്ക് നല്ല ഇപ്പം അബ്രോഡാണെങ്കിലും നല്ല സുഹൃത്തുക്കളുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ആദർശക്കയുടെ അനിയനുണ്ട് സാലിക്കയും പിന്നെ അബി ആസിഫ്, അങ്ങനെ ഞാൻ പറയില്ലേ അങ്ങനെയുള്ള കുറേ സുഹൃത്തുക്കളുണ്ട്. അവരുടെ ആ ഒരു നമുക്ക് എപ്പോഴും അവരൊരു താങ്ങും തണലുമായിട്ട്. തൊട്ടടുത്തേ മരണം വന്നുപോയി അന്ന് ഒത്തിരി പേര് പ്രാർത്ഥന. മമ്മിക്ക് ഞാൻ പറയില്ലേ ദത്തുപുത്രി ഞാൻ ചെയ്ത് തീരാറാകുന്ന സമയത്താണ് മമ്മിക്ക് ബ്രെയിൻ ട്യൂമറിന്റെ സർജറിയും കാര്യങ്ങളൊക്കെ വന്നത്. ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ആ ടൈമിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ കൂടെ പ്രാർത്ഥനയായിട്ടും അവരുടെ പ്രാർത്ഥനയായിട്ടും പ്രസൻസ് ആയിട്ടും അല്ലാണ്ടൊക്കെ. ഇനിയിപ്പോ ആരോഗ്യം പോവും. എത്ര പേരുടെ പ്രയർ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും വലിയ അല്ലാതെ നമുക്ക് പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ഇത് കിട്ടുന്നത്. അപ്പൊ പ്രാർത്ഥന ദൈവ സന്നിധിയിലേക്ക് പോവല്ലേ, അതാണ്. ഇനിയിപ്പോ ഹെൽത്തി ആയിട്ട് ഒരുപാട് വർഷക്കാലം ജീവിക്കും. ഇത്ര യങ് ആയിട്ട് ഞാൻ കണ്ട ഈ കൂട്ടത്തിൽ സുന്ദരി തന്നെ. ഞാൻ വന്നപാട് ഇങ്ങനെ വന്നപ്പോ മുതൽ ചിക്കു പറയുന്നത് സുന്ദരി മമ്മി. പിന്നെ അതിന്റെ ഇടയ്ക്ക് പുട്ടില് പീര പോലെ എന്നെയും പറയുന്നുണ്ട്. പക്ഷെ നിന്നെ കൂടെ ഉള്ളു പറയാം, നീ ചോദിക്കുക. ഞങ്ങള് സുന്ദരിയാന്ന് പറയും ഈ പറയുന്ന ആളാ. വേണ്ടി നേരം പറഞ്ഞത്. അയ്യോ ചിക്കുന് മതി. നല്ല ചിക്കു നല്ല അല്ലേ, നല്ല സുന്ദരിയല്ലേ. നീ ഇനി ചോദിച്ചു വാങ്ങിച്ചു. ഞാൻ 2-3 ജീൻസ് കൊണ്ടിരുന്നുണ്ട് കേട്ടോ. അനിയക്ക് കുറച്ച് ജീൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, ചിക്കുവിന്റെ കുറച്ച് ജീൻസ് കീറാനുണ്ട്. പാഷന്റെ ഒത്തൊക്കെ പോവാ.
എന്താണോ ആഗ്രഹം അത് അച്ചീവ് ചെയ്യുക. കൂടെ കട്ടക സപ്പോർട്ടുള്ള 2 പേരുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ. ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള ഒരു ഫാമിലിയാണ്. എപ്പോഴും ഇതുപോലെ ഇരിക്കട്ടെ. ടച്ച് വുഡ്. പക്ഷെ ഉള്ളിൽ നമുക്ക് പല വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അങ്ങനെ കാണിക്കണ്ട. നമ്മൾ എല്ലാവർക്കും പോസിറ്റീവായിട്ട് നിന്ന് നമ്മൾ ചിരിക്കുമ്പോഴേ ഇപ്പം ചിക്കു എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഞാൻ വിഷമിച്ചാൽ ചിക്കും വിഷമിക്കും. അതിലും നല്ലത് നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് വേണ്ടത്. അപ്പൊ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ചേച്ചി. ഇപ്പോഴും എനിക്ക് ഒരു നെഗറ്റീവ് ഒരു കമന്റ്സ് പോലും കാണാറുണ്ട്. എപ്പോഴും എല്ലാവർക്കും ഒരു ഇഷ്ടമൊക്കെയാണ്, പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെയാണ് വരിക. ഇപ്പൊ സ്നേഹിക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്? ഞങ്ങൾ സഹോദരിമാരാണെങ്കിലും എൻ്റെ വീട്ടുകാരാണെങ്കിലും ഞങ്ങളെ എപ്പോഴും വിളിച്ചുകൊണ്ടും എന്നാണ്ട് വിശേഷം അങ്ങനെയാണെങ്കിലും എല്ലാ ദിവസവും വിളിക്കും. അതായത് മമ്മി പറഞ്ഞ ഫാമിലി ആയിട്ടാണെങ്കിൽ എല്ലാ ദിവസവും ചേച്ചിമാരെല്ലാവരും എല്ലാ ദിവസവും വിളിക്കും. ഇപ്പൊ ചേച്ചിമാരൊക്കെ അബ്രോഡാണ്. ആന്റിമാരുടെ മക്കളൊക്കെ അയർലൻഡ് അവിടെയൊക്കെ. അപ്പം അവരാണെങ്കിൽ എല്ലാ ദിവസവും സമയം കണ്ടെത്തി വിളിക്കും. ഞങ്ങളെല്ലാരും ഭയങ്കര ഒരു ബോണ്ടുണ്ട്. പിന്നെ അങ്ങനെ പോകുന്നു. അപ്പൊ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയാ, ഇതുവരെ തന്ന സപ്പോർട്ട്. ഇപ്പൊ ചിക്കു പറഞ്ഞ പോലെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു വലിയൊരു നെഗറ്റീവ് ഇതൊന്നും വന്നിട്ടില്ല. അത് എന്താ പറയാ, ദൈവകാരുണ്യം, അങ്ങനെ ആ ദൈവത്തിന്റെ ഒരു കാരുണ്യം കൊണ്ട് തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇനിയും ഒരു എന്താ പറയാ, ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം മുന്നോട്ട്. അവരുണ്ടെങ്കിലല്ലേ നമ്മളുള്ളൂ, പ്രേക്ഷകരുണ്ടെങ്കിലേ നമ്മളുള്ളൂ. അപ്പൊ ആ ഒരു സ്നേഹവും സന്തോഷവും ഇതെല്ലാം എനിക്ക് വേണം. ഒരുപാട് സന്തോഷം. ലാസ്റ്റ് ചിക്കുനും കൂടി ഒന്ന് എടുത്തോളൂ. എന്റെ ഒരു അപരൻ ഉറങ്ങായിരുന്നു തോന്നുന്നു. എന്നെ പോലെയാ, നല്ല ഉറക്കം ഇഷ്ടപ്പെടുന്ന ആളാ. ഇതാണ് ഫാമിലി കേട്ടോ. ഇതാണ് ഫുൾ ഫാമിലി. ഇളയ മോൻ അടുത്ത മാസം 1 വയസ്സ്. ആന്തരിയ 1 വയസ്സാവും. അടുത്ത 23-ാം തീയതി 1 വയസ്സ്. ഡിസംബർ 23-ന് അല്ലേ മോനെ? അമ്മയുടെ ചിക്കുവാണോ? അമ്മയുടെ ചിക്കു കൊച്ചിനാണോ? ഒരു ഉമ്മ. അതെല്ലോ, 2 ചിക്കു. ഇനിയിപ്പോ ഈ ചിക്കു ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പ വേണേലും വരാം. എപ്പ വേണേലും വന്നു. ഞങ്ങൾക്ക് ഇപ്പൊ ഒരു അംഗത്തെ പോലെ തന്നെ. ഞാൻ ആദ്യം വന്ന സമയത്ത് ഞാൻ അമലിനോട് ചോദിച്ചു, എനിക്കറിയാവുന്ന കൊച്ചാണോന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മൾ ഇത്രയും ഒരു ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പോകണമല്ലോ. അപ്പൊ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പം നല്ല കുട്ടിയാണ്, പക്ഷെ എനിക്ക് പേര് മറ്റേ പേരാണ്, എന്താ അതൊന്നും പറഞ്ഞപ്പോഴത്തേക്ക് ഫോട്ടോ അയച്ചു തരണേ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ മനസ്സിലായി. ഓക്കെ. അപ്പൊ ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്ക് കുറെ നേരം നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നു. ആദ്യം കണ്ട ആളുകളെ പോലെ ഒന്നും തോന്നില്ല, കുറെ മുമ്പൊക്കെ പരിചയമുള്ള ആളുകളെ പോലെ. അപ്പൊ ഒരുപാട് സന്തോഷം. ഇനി ഇപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാം. God bless you.